അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 4-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. അദ്ദർസുൽ അവൽ 1-ാം പാഠം അജായിബു ഖൽഖില്ലാഹി തആല, അള്ളാഹു തആലയുടെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് 6 അക്ഷരങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും നിയമങ്ങളും ഒക്കെയാണ് ഇൻഷാ അല്ലാഹ്. ഈ 6 അക്ഷരങ്ങളാണ് ക, ലി, ഫി, മിൻ, അൻ, അല. ഈ 6 അക്ഷരങ്ങൾ കാണാതെ പഠിക്കുക. അത് ഉപയോഗിക്കുമ്പോഴുള്ള അതിൻ്റെ അർത്ഥം, അതുപോലെ പാലിക്കേണ്ട നിയമങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഇൻതഹൽ ഇംതിഹാനു സനവിയു, വാർഷിക പരീക്ഷ അവസാനിച്ചു. ഇൻതഹ അവസാനിച്ചു. ദഹബ ഫാദിലുൻ, ഫാദിൽ പോയി. മഅ വാലിദിഹി, അവൻ്റെ പിതാവിൻ്റെ കൂടെ പോയി. ലി സിയാറത്തി, സന്ദർശിക്കാൻ വേണ്ടി. ഹദീഖത്തിൽ ഹൈവാനാത്തി, മൃഗശാല സന്ദർശിക്കാൻ വേണ്ടി. സിയാറത്ത് സന്ദർശിക്കുക. ലി സിയാറത്തി എന്ന് പറഞ്ഞപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ലി വന്നപ്പോൾ ഉണ്ടായ അർത്ഥത്തിൻ്റെ മാറ്റം. ഫറ അൽ അസദ, ഫ അപ്പോൾ റഅ അവൻ കണ്ടു, അൽ അസദ സിംഹത്തെ കണ്ടു, വസ്സറാഫത ജിറാഫിനെ കണ്ടു, വൽ ലബിയ മാനിനെയും, വൽ ബബ്ര കടുവയെയും, വസ്സഅലബ കുറുക്കനെയും കണ്ടു. ഫിൽ അഖ്ഫാഷി കൂടുകളിൽ. അഖ്ഫാഷ് കൂടുകൾ, ഫിൽ അഖ്ഫാഷി കൂടുകളിൽ. അപ്പോൾ ഫീൻ്റെ അർത്ഥം എങ്ങനെ ഉണ്ടാവുക അത് മനസ്സിലായി അല്ലേ. സുമ്മ പിന്നെ, മഷ കലീലൻ, മഷവൻ നടന്നു, കലീലൻ അല്പം നടന്നു. ഫറഅ അപ്പോൾ അവൻ കണ്ടു, അൽ ബബ്ഗാഅ തത്തയെ കണ്ടു, വസ്വഖറ പരുന്തിനെയും, വൽ ഹമാമത പ്രാവിനെയും, വൽ അന്തരീബ കുയിലിനെയും കണ്ടു. അലൽ അഷ്ജാരി മരങ്ങളിൽ എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ മുകളിൽ, അല്ലാതെ മരത്തിൻ്റെ ഉള്ളിലല്ലല്ലോ ഉണ്ടാവുക. അപ്പോൾ മരത്തിന്മേൽ കണ്ടു. അപ്പോൾ അലൽ അഷ്ജാരി എന്നാവുമ്പോൾ എന്താണ് അർത്ഥത്തിലുണ്ടായ മാറ്റം? മരത്തിന്മേൽ എന്നായില്ലേ. അഷ്ജാർ മരങ്ങൾ എന്നേ ഉള്ളൂ, മരങ്ങളുടെ മേൽ എന്നർത്ഥം വന്നു അല വന്നപ്പോൾ. ഷറഹൽ വാലിദു പിതാവ് വിശദീകരിച്ചു, വിവരിച്ചു. ലിബിനിഹി തൻ്റെ മകനിക്ക് വിവരിച്ചു കൊടുത്തു. അനിൽ ഹൈവാനാത്തി മൃഗങ്ങളെക്കുറിച്ചും, വത്തുയൂരി പക്ഷികളെക്കുറിച്ചും. ഇവിടെ ഇബിന് മകൻ, അതെല്ലാവർക്കും അറിയാം അല്ലേ. ലിബിനി എന്ന് പറഞ്ഞപ്പോൾ എന്തായി? തൻ്റെ മകനിക്ക്. അപ്പോൾ മകന് എന്നത് മകനിക്ക് എന്നർത്ഥം വന്നു ലി വന്നപ്പോൾ. അല്ലെങ്കിൽ ഷറഹൽ വാലിദു പിതാവ് വിശദീകരിച്ചു അല്ലെങ്കിൽ വിവരിച്ചു, ലിബിനിഹി തൻ്റെ മകനോട്. അപ്പോൾ അവിടെ ഇബിന് മകൻ, ലിബിനി മകനിക്ക്, അല്ലെങ്കിൽ ലിബിനി മകനോട് എന്നൊക്കെ അർത്ഥം വന്നു. അപ്പോൾ ലാമിൻ്റെ അർത്ഥം എന്താ മനസ്സിലായല്ലോ. അനിൽ ഹൈവാനാത്തി മൃഗങ്ങളെക്കുറിച്ച്, ഹൈവാനാത്ത് മൃഗങ്ങൾ, അനിൽ ഹൈവാനാത്തി മൃഗങ്ങളെക്കുറിച്ച്. അപ്പോൾ ആ കുറിച്ച് എന്നത് അനിൽ നിന്ന് വന്ന അർത്ഥമാണ്. ഫഖാല ഫാദിലുൻ അപ്പോൾ ഫാദിൽ പറഞ്ഞു, യാ വാലിദി എൻ്റെ പിതാവേ, അസ്സഅലബു കുറുക്കൻ, കൽ കൽബി നായയെപ്പോലെയാണ്, വല്ലബിയു മാൻ, കൽ ഗനമി ആടിനെ പോലെയാണ്. കൽബ് നായ, കൽ കൽബി എന്ന് പറഞ്ഞപ്പോൾ നായയെപ്പോലെ എന്നർത്ഥം വന്നു. കൽ ഗനമി ഗനമ് ആട്, കൽ ഗനമി ആടിനെ പോലെ. അപ്പോൾ കാൻ്റെ അർത്ഥം എങ്ങനെ ഉണ്ടാവുക അത് മനസ്സിലായി അല്ലേ. പോലെ എന്നുള്ള രീതിയിൽ അർത്ഥം വരും. അലൈസ കദാലിക അങ്ങനെ തന്നെ അല്ലേ. ഫഖാലൽ വാലിദു അപ്പോൾ പിതാവ് പറഞ്ഞു, യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ, വഖദ് ഫഹിംത തീർച്ചയായും നീ മനസ്സിലാക്കി, അനിൽ ഹൈവാനാത്തി മൃഗങ്ങളെക്കുറിച്ചും, വഅനി തുയൂരി പക്ഷികളെക്കുറിച്ചും, ജയ്യിദൻ നന്നായിട്ട് നല്ലോണം മനസ്സിലാക്കി. ഇവിടെ അനിൽ ഹൈവാനാത്തി അനി തുയൂരി അവിടെയൊക്കെ കുറിച്ച് എന്നൊരർത്ഥം വന്നു അല്ലേ. വഹിയ അത് ഈ മൃഗങ്ങളും പക്ഷികളൊക്കെ അവകൾ മിൻ അജായിബി ഖൽഖില്ലാഹി തആല അള്ളാഹു തആലയുടെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അജായിബ് അത്ഭുതങ്ങൾ, മിൻ അജായിബി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ പെട്ടതാണ് എന്നർത്ഥം കൊടുക്കാൻ മിന്നു വരും എന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഈ പാഠഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ അക്ഷരങ്ങൾ വന്ന അതിനുശേഷമുള്ള വാക്കുകളൊക്കെ ലി വന്നപ്പോൾ സിയാറത്ത്, അതുപോലെ ഫീൻ്റെ ശേഷം അഖ്ഫാസ്, അലയുടെ ശേഷം അഷ്ജാർ, ലീക്ക് ശേഷം ഇബിന്, അനിക്ക് ശേഷം അൽ ഹൈവാനാത്ത്, കാഫിന് ശേഷം കൽബി, വനമി, അൻ എന്നതിന് ശേഷം ഹൈവാനാത്ത്, തുയൂർ, മിൻ എന്നതിന് ശേഷം അജായിബ്. ഇവിടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ആർക്കാ പറയാൻ കഴിയുക? ഇവിടെയൊക്കെ ഈ അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ആ വാക്കിന് അവസാനത്തെ അക്ഷരത്തിന് കസറല്ലേ. നോക്ക്, ലി സിയാറത്തി, അഖ്ഫാഷി, അഷ്ജാരി, ലിബിനി നൂന് കസർ അല്ലേ, ഹൈവാനാത്തി താന് കസറാണ്.
അതുപോലെ കൽബി, വനമി ഒക്കെ എന്താണ് അവസാനത്തെ അക്ഷരത്തിന് കസറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അവസാനത്തെ അക്ഷരത്തിന് കസർ ചെയ്തത്? ഈ അക്ഷരങ്ങൾ വരുമ്പോൾ അതിന് ശേഷമുള്ള വാക്കിന് ജർറ് ചെയ്യണം എന്ന് പറയും. ജർറ് എന്ന് പറയുന്നത് കൂടുതലും കസർ കൊണ്ടാണ് ഉണ്ടാവുക. അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുത്താൽ ജർറായി. അങ്ങനെ അല്ലാതെയും ജർറ് വരും, അത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ അക്ഷരങ്ങൾ വന്നാൽ, ഈ 6 അക്ഷരങ്ങൾ വന്നാൽ അതിന് ശേഷമുള്ള വാക്കിന് അവസാനം കസർ കൊടുത്തിട്ടാണ് കൂടുതലും ഉണ്ടാവുക. ജറാണ് ഉണ്ടാവുക. ആ ജറ് കൂടുതലും അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുത്തുകൊണ്ടാണ് ഉണ്ടാവുക. നഖ്റഉ നമുക്ക് വായിക്കാം. ദഹബ സിനാനുൻ, സിനാന് പോയി, ലി സിയാറത്തിൽ ഹദീഖത്തി, പൂന്തോട്ടം സന്ദർശിക്കാൻ വേണ്ടി പോയി. സിയാറത്ത് സന്ദർശിക്കുക, ലി സിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി. ബയ്യനൽ വാലിദു, പിതാവ് വിവരിച്ചു അല്ലെങ്കിൽ വിശദീകരിച്ചു, ലിബിനിഹി, തൻ്റെ മകനിക്ക് വിശദീകരിച്ചു കൊടുത്തു അല്ലെങ്കിൽ തൻ്റെ മകനോട് വിശദീകരിച്ചു. ഇബിന് മകൻ, ലിബിനിഹി മകനിക്ക് അല്ലെങ്കിൽ മകനോട് എന്നർത്ഥമായി. അസ്സാലബു കുറുക്കൻ, കൽ കൽബി നായയെ പോലെയാണ്, കൽ കൽബി നായയെ പോലെ എന്നർത്ഥം. അല്ലബിയു മാൻ, കൽ ഗനമി ആടിനെ പോലെയാണ്. കുല്ലുഹ ഇവകളെല്ലാം, മിൻ അജാഇബി ഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ പെട്ടതാണെന്നർത്ഥം മിന്നിന് വന്നു. യതവല്ലഉ ബാസിമുൻ, ബാസിമു വുളൂ ചെയ്യുന്നു, മിനൽ ഹൗലി, ഹൗലിൽ നിന്ന് വുളൂ ചെയ്യുന്നു. നമ്മൾ നേരത്തെ മിന്ന് വന്നപ്പോൾ മിൻ അജാഇബി അത്ഭുതങ്ങളിൽ പെട്ടതാണ് എന്നർത്ഥമാണ് പഠിച്ചത്. എന്നാലും മിന്നിന് വേറെ അർത്ഥം കൂടി ഉണ്ട്. മിനൽ ഹൗലി, ഹൗലിൽ നിന്ന് കേട്ടോ. അപ്പോൾ മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്ന്, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്, ഇങ്ങനെയൊക്കെ ഒരു കാര്യം അതിൽ നിന്ന് എന്നർത്ഥത്തിന് മിന ഉപയോഗിക്കും. ഹൗലിൽ നിന്ന് ബാസിമ് വുളൂ ചെയ്യുന്നു. ഫഹിംത, നീ മനസ്സിലാക്കി, അനിൽ ഹയവാനാത്തി, മൃഗങ്ങളെക്കുറിച്ച് നീ മനസ്സിലാക്കി. ബയ്യനൽ വാലിദു, പിതാവ് വിവരിച്ചു, അനിൽ ഹയവാനാത്തി, മൃഗങ്ങളെക്കുറിച്ച് വിവരിച്ചു. അൽ അസദു, സിംഹം, ഫിൽ ഹദീഖത്തി, പൂന്തോട്ടത്തിലാണ്. ഇവിടെ ഹദീഖത്ത് പൂന്തോട്ടം, ഫിൽ ഹദീഖത്തി പൂന്തോട്ടത്തിൽ എന്നർത്ഥമായി. അസ്സാലബു കുറുക്കൻ, ഫിൽ ഖഫസി കൂട്ടിലാണ്. ഖഫസ് കൂട്, ഫിൽ ഖഫസി കൂട്ടിൽ. നേരത്തെ നമ്മൾ പഠിച്ചത് അഖ്ഫാസ് ആണ് എന്ന് പറഞ്ഞാൽ കൂടുകളിൽ എന്നാണ്. ഇവിടെ അഖ്ഫാസ് കൂടുകൾ എന്ന് പറഞ്ഞാൽ കുറേ കൂടുകളായി. അത്തുയൂറു പക്ഷികൾ, അലൽ അഷ്ജാരി മരങ്ങളിലാണ് അഥവാ മരത്തിന്റെ മുകളിലാണ്. അലശജരത്തി മരത്തിന്റെ മുകളിലുണ്ട്, ബബ്ഗാഉൻ തത്തയുണ്ട്. അപ്പൊ അലക്ക് മുകളിൽ എന്നർത്ഥമാണ് വരുന്നത് അല്ലെ. അലശജറത്തി മരത്തിന്റെ മുകളിലുണ്ട്, ബബ്ഗാഉൻ തത്തയുണ്ട്. നമ്മൾ ചിലപ്പോൾ അലക്ക് മുകളിൽ എന്നർത്ഥമല്ല, ഫീൻ്റെ ഒരു അർത്ഥം പറയലുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും അത് മുകളിലായിരിക്കും. ഒരു ഉദാഹരണം, നമ്മൾ കസേരയിൽ ഇരുന്നു എന്നാ പറയാം അല്ലെ. കസേരയിൽ ഇരുന്നു അല്ലെങ്കിൽ കസേരയിൽ ഇരിക്കുന്നു. പക്ഷെ അവിടെ കസേരയിൽ, ഫിൽ കുർസിയി എന്നല്ല പറയാം. പിന്നെ ജലസ്തു, ഞാനിരുന്നു, അലൽ കുർസിയി എന്നാണ്ടാവുക, കസേരയിൽ ഇരുന്നു. കാരണം കസേരയുടെ ഉള്ളിലല്ലല്ലോ ഇരിക്കുക, കസേരയുടെ പുറത്തല്ലേ, മുകളിലല്ലേ ഇരിക്കുക. അതുകൊണ്ട് മുകളിലാണെങ്കിൽ അല എന്നാണ് ഉപയോഗിക്കുക. നമ്മൾ മലയാളത്തിൽ ചിലപ്പോൾ മുകളിൽ എന്നോ അല്ലെങ്കിൽ അതിൻ്റെ മേൽ എന്നോ അല്ലെങ്കിൽ കസേരയിൽ ഇൽ എന്നോ ഒക്കെ പറയാം. ഏത് പറഞ്ഞാലും മുകളിലാണോ എന്നാൽ അലയാണ് ഉപയോഗിക്കുക, ഉള്ളിലാണോ എന്നാൽ ഫി ആണ് ഉപയോഗിക്കുക. നഖ്താറു നമുക്ക് പരിശോധിക്കാം, മിനൽ ഖൗസൈനി ബ്രാക്കറ്റിൽ നിന്ന്, വനുക്കമ്മിലു നമുക്ക് പൂർത്തിയാക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്ന 6 അക്ഷരങ്ങളും ഇവിടെ ബ്രാക്കറ്റിൽ ക, ലി, ഫി, മിൻ, അൻ, അല ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് യോജിച്ച് തീർത്തിട്ട് ഇവിടെ പൂർത്തിയാക്കാനുള്ളതാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അൽഹംദു സർവസ്തുതിയും ഇവിടെ എന്താ വരിക, ലില്ലാഹി അള്ളാഹുവിനാണ് അല്ലെ, അള്ളാഹുവിനിക്കാണ് അല്ലെങ്കിൽ അള്ളാഹുവിനാണ് എന്നൊക്കെ പറയാം. അപ്പൊ അള്ളാഹു എന്നതിലേക്ക് ലാമ് വന്നപ്പോൾ ലില്ലാഹി അള്ളാഹുവിനിക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന് എന്നർത്ഥം വന്നു. അൽ ബുർത്തുകാലു ഓറഞ്ച്, ഡാഷ് അസ്സല്ലത്തി കുട്ട, അവിടെ ഫിസ്സല്ലത്തി കുട്ടയിലാണ്. അൽ ബുർത്തുകാലു ഫിസ്സല്ലത്തി കുട്ടയിലാണ്. 3 ഡാഷ് അത്വാവിലത്തി മേശ, ബിത്തീഹത്തുൻ ബത്തക്ക, അപ്പൊ മേശയുടെ മേൽ ബത്തക്കയുണ്ട് എന്ന വേണ്ടി അല്ലേ. അപ്പോൾ അല ത്വാവിലത്തി മേശയുടെ മുകളിലുണ്ട്, ബിത്തീഹത്തുൻ ബത്തക്കയുണ്ട്. റജാഅത്ത് ദാരിസു പഠിക്കുന്നവൻ അഥവാ വിദ്യാർത്ഥി മടങ്ങി, ഡാഷ് മദ്രസത്തി, മദ്രസ എന്താ മിനൽ മദ്രസത്തി അല്ലെ, മദ്രസയിൽ നിന്ന് മടങ്ങി. അപ്പോൾ മിൻ എന്നത് കൊടുക്കാം. മിൻ എന്നതിന് ശേഷം ഈ സുക്കൂനുള്ള മിൻ എന്നതിന് ശേഷം അലിഫ്ലാമ് വരുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ എന്താവും, മിന എന്നാവും. അങ്ങനെ വരുന്നതാണ് ശരിക്ക് മിൻ എന്നാണ്. റജാഅത്ത് ദാരിസു മിനൽ മദ്രസത്തി. റളിയല്ലാഹു അള്ളാഹു തൃപ്തിപ്പെട്ടു, ഡാഷ് അഹ്ലി ബദരിൻ, അതെന്താണ് ബദരീങ്ങളെ തൊട്ട് അല്ലെങ്കിൽ ബദരീങ്ങളെ കുറിച്ച് അല്ലേ. അപ്പോൾ അവിടെ വരിക അൻ എന്നാണ്, അൻ അഹ്ലി ബദരിൻ.
ബദരീങ്ങളെ കുറിച്ച് അഥവാ ബദരീങ്ങളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടു. ഡാഷ് അസ്സല്ലത്തി കുട്ട മാഞ്ച. അപ്പോൾ ഫിസ്സല്ലത്തി കുട്ടയിലുണ്ട്, മാഞ്ച മാങ്ങയുണ്ട്. യൻദുറുൽ ഉമ്മു ഉമ്മ പ്രതീക്ഷിക്കുന്നു അഥവാ കാത്തു നിൽക്കുന്നു, ഉമ്മ കാത്തു നിൽക്കുന്നു. ഡാഷ് അൽ ബൈത്തി എന്താണ്? ഫിൽ ബൈത്തി വീട്ടിൽ കാത്തിരിക്കുന്നു, ഉമ്മ വീട്ടിൽ കുട്ടികളെ മക്കളെ കാത്തിരിക്കുന്നു. സമയത്തു ഞാൻ കേട്ടു, അൽ അദാന ബാങ്ക് കേട്ടു. ഡാഷ് അൽ മസ്ജിദി പള്ളി, അവിടെ എന്തായിരിക്കും? മിനൽ മസ്ജിദി, അങ്ങനെയല്ലേ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു, അപ്പോൾ മീന കൊടുക്കുക. നദ്ഹബു നാം പോകുന്നു. ഡാഷ് സിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി. ജദ്ദിന നമ്മുടെ വലിയുപ്പയെ സന്ദർശിക്കാൻ വേണ്ടി എന്നർത്ഥം വരാൻ എന്ത് ചെയ്യണം? ലീ കൊടുക്കണം. അപ്പോൾ ലി സിയാറത്തി ജദ്ദിന ഞങ്ങളുടെ വലിയുപ്പയെ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു. അത്വാമു ഭക്ഷണം. ഡാഷ് അൽ മാഇദത്തി പാത്രം തളിക. അപ്പോൾ ഫിൽ മാഇദത്തി പാത്രത്തിലാണ് അല്ലെങ്കിൽ തളികയിലാണ്, ഭക്ഷണം തളികയിലാണ്. അന്ത നീ ഡാഷ് അൽ ഉസ്താദി, ഇവിടെ എന്തായിരിക്കും? അന്ത നീ അൽ ഉസ്താദി, അവിടെ അത് യോജിക്കുക. കൽ ഉസ്താദി ഉസ്താദിനെ പോലെയാണ്. ഖറഅന ഞങ്ങൾ വായിച്ചു. ഡാഷ് ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ. അപ്പോൾ ഹിജ്റയെ പറ്റി അല്ലേ, അല്ലെങ്കിൽ ഹിജ്റയെ കുറിച്ച് വായിച്ചു. അപ്പോൾ ഏതാ വരിക? അന്നാണ് വരിക. ഖറഅന അൻ ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെ പറ്റി അല്ലെങ്കിൽ ഹിജ്റയെ കുറിച്ച് ഞങ്ങൾ വായിച്ചു. ഇൻഷാ അല്ലാഹ് ഈ പാഠഭാഗവും അതുപോലെ ഇവിടെ തദ്രീബാത്തിന് ഖറഉ എന്ന് വന്ന ഈ ഭാഗവും നഖ്താറു മിനൽ ഖൗസൈൻ എന്ന് വന്ന ഈ ഭാഗവും നല്ല രീതിയിൽ അർത്ഥം വെച്ച് പഠിക്കണം. കാരണം ഒരുപാട് ജുംലകൾ വന്നിട്ടുണ്ട്. ഏത് ഭാഗവും പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ യോജിച്ച ഈ ജറിൻ്റെ അക്ഷരം നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന 6 അക്ഷരങ്ങൾ ഇത് കൊടുക്കാനോ, അതല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഒരു ഭാഗം തന്നിട്ട് അതിൻ്റെ അർത്ഥം എഴുതാൻ, അല്ലെങ്കിൽ അർത്ഥം തന്നിട്ട് അതിനെ അറബിയാക്കാൻ, ഈ രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാവുന്ന കാര്യങ്ങളാണ് ഈ പാഠത്ത് ഇത്രയും ഭാഗത്ത് വന്നത്. ഇൻഷാ അല്ലാഹ് എന്നാൽ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഹയ്യാ നുൻഷിദു, വരൂ കമോൺ നമുക്ക് പാടാം. ഈ പാട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. നമ്മുടെ മൗലിദിലൊക്കെ ഉള്ള പാട്ടാണ്. നിങ്ങൾക്ക് ഒന്നാമത്തത് കൂടുതൽ പരിചയം ഉണ്ടാവും, നിങ്ങൾക്ക് അത് കാണാതെ അറിയാൻ സാധ്യത ഉണ്ട്. ഇത് രണ്ടും കാണാതെ പഠിക്കുക, കാരണം ചിലപ്പോൾ പൂരിപ്പിക്കാനുണ്ടാവും. അൻത തതുലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി تردى لمولود أضاءت بنوره جميع فجاج الأرض خوفا من الرعب. നിങ്ങൾ ഇൻഷാ അല്ലാഹ് കാണാതെ പഠിക്കുക. ഇവിടെ ഫിൽ കവാകിബി നക്ഷത്രങ്ങളിൽ, അവിടെ ഫി വന്നപ്പോൾ കവാകിബി അവസാനം കസ്ർ കൊടുത്തിട്ടുണ്ട്. കൽ ബുദൂർ ചന്ദ്രനെ പോലെ, അവിടെ അവസാനം കസ്ർ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് കാ വന്നതുകൊണ്ട്. ലി മൗലൂദിൻ ജന്മദിനത്തിന് വേണ്ടി, അവിടെ ലി വന്നപ്പോൾ മൗലൂദിൻ കസ്ർ കൊടുത്ത് ജർ ചെയ്തിട്ടുണ്ട്. മിനർ റോബി അവിടെ കണ്ടോ, മിന വന്നപ്പം റോബി അവസാനം കസർ കൊടുത്ത് ജർ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഈ നമ്മൾ പഠിക്കുന്ന 6 അക്ഷരത്തിൽപ്പെട്ട ജറിൻ്റെ അക്ഷരത്തിൽപ്പെട്ട ചിലതൊക്കെ വന്ന ഇങ്ങനെ ഒരു ബൈത്തുകൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കാണാതെ പഠിച്ചാൽ മാത്രം മതി ഇൻഷാ അല്ലാഹ്. നുലാഹിദു നമുക്ക് പരിശോധിക്കാം. അൽ മുഫ്രദ മുഫ്രദിനെയും വൽ ജംഇനെയും. എന്താണ് മുഫ്രദ്? ഏകവചനം. ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം. എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ഏകവചനാണ്. ഉദാഹരണം വീട്, മദ്രസ, അതൊക്കെ ഏകവചനാണ്. കുട്ടി. എന്നാൽ ജം എന്ന് പറയുമ്പോൾ അത് ബഹുവചനാണ്. അപ്പോൾ കുട്ടികൾ, മദ്രസകൾ, വീടുകൾ, അത് കുറേ ആയില്ലേ. അങ്ങനെ കുറേ ഉണ്ടായാൽ അത് ജം ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കുക, ഇവിടെ ഓരോ വാക്കിൻ്റെയും ഏകവചനവും അതിൻ്റെ ബഹുവചനവും തന്നിട്ടുണ്ട്. മലയാളത്തിൽ നമുക്ക് ഈസിയാണ് അല്ലേ. കുട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം കുട്ടികൾ എന്നാക്കിയാൽ മതി, അങ്ങനല്ലേ. അതുപോലെ വീട്, വീടുകൾ, മാങ്ങ, മാങ്ങകൾ, അങ്ങനെ ചെയ്താൽ ബഹുവചനായി. എന്നാൽ അറബിയിൽ അങ്ങനെയല്ല. അറബിയിൽ അതിൻ്റെ ഏകവചനം എന്താണ്, ബഹുവചനം എന്താണ് നമ്മൾ പഠിക്കണം. ഓക്കെ, വീടിന് എന്താ പറയുക, വീടുകൾ എന്നതിന് എന്താ പറയുക, അത് രണ്ടും നമ്മൾ പഠിക്കണം. അപ്പോൾ പരീക്ഷയ്ക്ക് എന്തുണ്ടാവും, ഇതുപോലെ ഏകവചനം തരും, ഇതിൻ്റെ ബഹുവചനം എഴുതാണ്ടാവും. ചിലപ്പോൾ ബഹുവചനം തരും, ഏകവചനം എഴുതാണ്ടാവും. ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളായിരിക്കും എഴുതാണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും പഠിക്കണം. ഹയവാനുൻ മൃഗം, ഹയവാനാത്തുൻ മൃഗങ്ങൾ, ഖഫസുൻ കൂട്, അഖ്ഫാസുൻ കൂടുകൾ, ത്വയ്റുൻ പക്ഷി, തുയൂറുൻ പക്ഷികൾ, ഷജറുൻ മരം, അസ്ജാറുൻ മരങ്ങൾ, ഇബ്നുൻ മകൻ, അബ്നാഉൻ മക്കൾ, ഹദീഖത്തുൻ പൂന്തോട്ടം, ഹദായിഖു പൂന്തോട്ടങ്ങൾ. നഖ്റഉ നമുക്ക് വായിക്കാം. മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു ഹുറൂഫൽ ജരി വനഖുത്തു തഹ്തഹ.
ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ജറിൻ്റെ അക്ഷരങ്ങൾ നക്തശിഫു മിൻഹു, അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം ഹുറൂഫൽ ജരി, ജറിൻ്റെ അക്ഷരങ്ങൾ. ഈ ഹുറൂഫൽ ജരി എന്നതിന് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ജറിൻ്റെ അക്ഷരങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇതിൻ്റെ പേര് അങ്ങനെ ഹുറൂഫുൽ ജറാണ് എന്നത് ഇവിടെയാണ് പറയുന്നത്, വേറെ എവിടെയും പറയുന്നില്ല. ഈ 6 അക്ഷരങ്ങൾക്ക്, ഈ 6 അക്ഷരം മാത്രമല്ല വേറെ അക്ഷരങ്ങളുണ്ട്. ഈ വർഷം നമ്മൾ 6 പഠിക്കുന്നുള്ളൂ. ആ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ഹുറൂഫുൽ ജർ. ഓക്കെ, അപ്പോൾ ഹുറൂഫുൽ ജറിൽ നിന്നുള്ള 6 അക്ഷരമാണ് പഠിച്ചത്. അപ്പോൾ നഹുത്തു നമുക്ക് വരക്കാം തഹ്തഹ, ഈ ഹുറൂഫുൽ ജറിൻ്റെ താഴെ എന്ത് ചെയ്യുക, വരക്കുക. അതാണ് ഈ ചോദ്യം. അനിൻ നബഇൽ അലീം, ഇവിടെ നമ്മൾ പഠിച്ചത് 6 നിന്ന് ഏതാണുള്ളത്, അനി ഉണ്ട് അല്ലേ, അൻ എന്നുണ്ടാവുക കൂട്ടി വായിക്കുമ്പോൾ, അതിന് ശേഷം അലിഫ്ലാം വന്നുകൊണ്ട് കൂട്ടി വായിക്കുമ്പോൾ അനി എന്നാവുന്നതാണ്. അപ്പോൾ ഇതിന് താഴെ വരക്കുക. പിന്നെയോ അല്ലദി യുവസ്വിസു ഫി സുദൂരിന്നാസ്, ഇവിടെ ഏതാണുള്ളത്, ഫി എന്നതുണ്ട് അല്ലേ. കൽ ഫറാഷിൽ മബ്സൂസ്, ഇവിടെ ക എന്നതിൻ്റെ അടിയിൽ വരക്കുക. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, ഇവിടെ അല എന്നതാണുള്ളത്. ഫസല്ലി ലി റബ്ബിക വൻഹർ, ഇവിടെ ഏതാണുള്ളത്, ലി റബ്ബിക എന്ന ലി എന്നതുണ്ട്. കൽ അഹ്നിൽ മൻഫൂഷ്, ഇവിടെ ക എന്നതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് ഈ 6 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. നൻസഹുൽ കലിമാത്ത് എന്നത് ഇതുപോലെ എന്ത് ചെയ്യുക, ഇവിടെ കോപ്പി എഴുതി നമ്മുടെ എഴുത്ത് ക്ലിയർ ആക്കാനുള്ളതാണ്. ഇവിടെ വന്നത് മഅ വാലിദിഹി, ഇൻതഹൽ ഇംതിഹാനു സനവിയു ദഹബ ഫാദിലുൻ മഅ വാലിദിഹി. ഈ മഅ എന്ന ജറിൻ്റെ അക്ഷരമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എന്നാൽ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഒന്ന് ഈ നിയമം പഠിക്കുക. കാരണം പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോൾ അതിൽ തെറ്റിപ്പോകരുത് നിയമം. ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇതിന് ശേഷമുള്ള വാക്കിന് അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുക്കണം. പിന്നെ ഈ 6 അക്ഷരങ്ങൾ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഏത് രീതിയിലാണ് ഉണ്ടാവുന്നത് എന്നത് ഇതാ ഈ ഒരു ഭാഗവും അതുപോലെ ഈ ഒരു ഭാഗവും അർത്ഥം വെച്ച് പഠിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഓരോ അക്ഷരത്തിനും എങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ വരുന്നുണ്ട്. ചില അക്ഷരത്തിനൊക്കെ 2 രീതിയിലൊക്കെ അർത്ഥം വരുന്നുണ്ട് അല്ലേ. അതൊക്കെ നമുക്ക് അത് അർത്ഥം വെച്ച് പഠിച്ചാൽ മനസ്സിലാകും. അതുപോലെ നമ്മൾ ശരിക്കും അർത്ഥം വെച്ച് എല്ലാ ഭാഗവും പഠിക്കുക, ഈ ബൈത്ത് പഠിക്കുക. അർത്ഥം വെച്ച് പഠിച്ചാലേ നമുക്ക് പൂരിപ്പിക്കാനും അർത്ഥം എഴുതാനും അറബി എഴുതാനൊക്കെ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ്. അദ്ദർസു സാനി, 2ാം പാഠം. ഹാമിദുൻ യുഹിബ്ബു സിറാഅത, ഹാമിദ് യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു, അസ്സിറാഅത കൃഷിയെ ഇഷ്ടപ്പെടുന്നു. ഹാമിദ് കൃഷിയെ ഇഷ്ടപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളൊരു അവസ്ഥയെ കുറിച്ച് പറയുന്ന, ഇപ്പം ഇഷ്ടപ്പെടുന്നു അത് അവൻ്റെ ഒരു അവസ്ഥയാണ് അല്ലേ. ഇപ്പം ഇരിക്കുന്നു, നിൽക്കുന്നു, ഉറങ്ങുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവൻ്റെ അവസ്ഥകൾ. ഇത് പറയുമ്പോൾ എന്താണ് അറബിയിൽ ഉപയോഗിക്കുക? മുലാരിയായ ഫീലാണ് ഉപയോഗിക്കുക. ഫീലുകൾ കുറേ വിധമുണ്ട്, അതുകൊണ്ട് ആ ഫീലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ല. അപ്പോൾ മുലാരിയായ ഫീല് 14 രൂപങ്ങൾ ഉണ്ടാവും. അതിലൊരു 6 നിങ്ങളിവിടെ പഠിക്കുകയാണ്. അഥവാ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ, അത് പറയാൻ എങ്ങനെയാണ് എന്നത് പഠിക്കുന്നു, അത്രയേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ 6 രൂപം എങ്ങനെയാണെന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പാഠം വളരെ ഈസിയാണ്. അത് ഇവിടെയാണ് പറയുന്നത്, ഈ കള്ളിയിൽ. യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന. ഇവിടെ കണ്ടോ 6 അല്ലേ. എന്നാൽ ഇതുപോലെ ബാക്കിയുണ്ട്, അങ്ങനെ 14 ഉണ്ടാവും. ഇവിടെ ഫസ്റ്റത്തെ 6 തരുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തത് യഫ്അലു എന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കുന്നു. അത് യഫ്അലാനി എന്നാവുമ്പോൾ അവർ 2 പുരുഷന്മാർ പ്രവർത്തിക്കുന്നു എന്ന അർത്ഥത്തിലേക്ക് മാറും. യഫ്അലൂന എന്നാവുമ്പോൾ അവർ പല പുരുഷന്മാർ പ്രവർത്തിക്കുന്നു, കുറേ ആണുങ്ങൾ. തഫ്അലു എന്ന് പറയുമ്പോൾ അത് സ്ത്രീയായി, അവൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ. അവൾ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ. തഫ്അലാനി അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. യഫ്അൽന അവർ പല സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ അർത്ഥം പ്രവർത്തിക്കുന്നു എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് രൂപം വന്നാലും 6 രൂപം വന്നാലും ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരേ അർത്ഥമായിരിക്കും. പക്ഷേ ആ പ്രവർത്തിക്കുന്ന ആൾ, ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുന്ന ആളുകൾ, അത് എത്ര ആളുണ്ട്, അവർ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ഈ 6 രൂപത്തിൽ ഏത് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുക. ഇവിടെ കണ്ടാൽ മുദക്കറു എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യഫ്അലു യഫ്അലാനി യഫ്അലൂന. ഫസ്റ്റത്തെ 3 രൂപങ്ങളും പുരുഷന്മാരാണ്. അപ്പോൾ പുരുഷന്മാരാണെങ്കിലാണ് ഇത് ഉപയോഗിക്കുക. മുഅന്നസു സ്ത്രീകൾ, അപ്പോൾ തഫ്അലു തഫ്അലാനി യഫ്അൽന ഈ 3 രൂപങ്ങൾ അത് സ്ത്രീകളാണെങ്കിലാണ് ഉപയോഗിക്കുക. പിന്നെ ഇവിടെ കൊടുത്തിട്ട് മുഫ്രദ്, അപ്പോൾ മുദക്കറിൻ്റെ 3 രൂപത്തിലും മുഅന്നസിൻ്റെ 3 രൂപത്തിലും ആദ്യമുള്ളത് മുഫ്രദാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ. അപ്പോൾ ഒരാളാണെങ്കിലാണ് ഈ മുഫ്രദ് ഉപയോഗിക്കുക. യഫ്അലു ആകുമ്പോൾ ഒരു പുരുഷൻ, തഫ്അലു ഒരു സ്ത്രീ. മുസന്ന എന്ന് പറഞ്ഞാൽ 2 പേര്. അപ്പോൾ 2 പുരുഷന്മാരാണെങ്കിൽ യഫ്അലാനി, 2 സ്ത്രീകളാണെങ്കിൽ തഫ്അലാനി. ജം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ബഹുവചനം, കുറേ ആളുകൾ. അപ്പോൾ യഫ്അലൂന പല പുരുഷന്മാർ, കുറേ പുരുഷന്മാരുണ്ടെങ്കിൽ യഫ്അലൂന, കുറേ സ്ത്രീകളുണ്ടെങ്കിൽ പല സ്ത്രീകളുണ്ടെങ്കിൽ യഫ്അൽന. ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് മനസ്സിലായല്ലോ ഈ 6 രൂപങ്ങളും അതിൻ്റെ അർത്ഥം ഏത് രീതിയിലാണ് മാറുക. ഒരു പുരുഷൻ, 2 പുരുഷന്മാർ, പല പുരുഷന്മാർ, ഒരു സ്ത്രീ, 2 സ്ത്രീകൾ, പല സ്ത്രീകൾ
എന്നിട്ട് ഈ എഫ് അലുവിൻ്റെ അർത്ഥം എന്താ നോക്കുക, പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു, അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു, അവർ പല പുരുഷന്മാർ പ്രവർത്തിക്കുന്നു, അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു, അവൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു, അവർ പല സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. ഈ രീതിയിൽ അർത്ഥം വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതേപോലെ എല്ലാ ഫിങ്ങലും നമുക്ക് കിട്ടുന്ന ഫിങ്ങലൊക്കെ ഇങ്ങനെ 6 രൂപ എടുക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് അതിൻ്റെ അർത്ഥം എങ്ങനെ വരിക നമുക്ക് പറയാൻ കഴിയണം. അതാണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. ഹാമിദുൻ ഹാമിദ് ത്വാലിബുൻ വിദ്യാർത്ഥിയാണ്, മാഹിറുൻ സമർത്ഥനായ നല്ല കഴിവുള്ള വിദ്യാർത്ഥിയാണ്. യുഹിബു അവൻ ഇഷ്ടപ്പെടുന്നു. കണ്ടോ, യുഹിബു ഇഷ്ടപ്പെടുന്നു. അത് ഒരാളായതുകൊണ്ടാണ്, ഹാമിദ് ഒരാളല്ലേ, പുരുഷനല്ലേ, അതുകൊണ്ട് യുഹിബു. അല്ലെങ്കിൽ രണ്ടാളാണെങ്കിലോ യുഹിബാനി എന്ന് പറയും. കുറേ പുരുഷന്മാരുണ്ടെങ്കിൽ യുഹിബുന എന്ന് പറയും. ഇനി ഹാമിദ് അല്ല, ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലോ അപ്പോൾ തുഹിബു എന്ന് പറയും. 2 പെൺകുട്ടികളുണ്ടെങ്കിൽ തുഹിബാനി, കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ യുഹിബിബിന. ഇങ്ങനെ ഓരോന്നിനും 6 രൂപ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരാളാകുമ്പോൾ അതിനുള്ള രൂപ ഉപയോഗിച്ചു ഇൻഷാ അല്ലാഹ്. നമ്മളിങ്ങനെ യുഹിബു യുഹിബാനി യുഹിബൂന, തുഹിബു തുഹിബാനി യുഹിബിബിന, ഇങ്ങനെ ഒന്നിന്ന് ഫസ്റ്റത്തതിൽ നിന്ന് ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. എഫ് അലൂന്ന് ഇതൊക്കെ ഉണ്ടാക്കിയല്ലോ, എഫ് അലു എഫ് അലാനി എഫ് അലൂന, തഫ് അലു തഫ് അലാനി എഫ് അൽന. അങ്ങനെ ഉണ്ടാക്കുന്നതിന് സ്വർഫാക്കുക എന്ന് പറയാം. എന്താ പറയുക, സ്വർഫാക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പാഠത്തിൽ വരുന്ന ഫീലുകളൊക്കെ സ്വർഫാക്കി പഠിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വലിയ ക്ലാസ്സുകളിലൊക്കെ എളുപ്പമായിരിക്കും. അബൂഹു അവൻ്റെ ഉപ്പ സാരിയോൻ കൃഷിക്കാരനാണ്. യദ്ഹബു അദ്ദേഹം പോകുന്നു, സ്വബാഹൻ രാവിലെ, ഇലൽ മസറാത്തി കൃഷിസ്ഥലത്തേക്ക് പോകുന്നു. വയർജിയോ അദ്ദേഹം മടങ്ങുകയും ചെയ്യുന്നു, മസാഅൻ വൈകുന്നേരം. ഇവിടെ ഉണ്ടോ യദ്ഹബു യർജിയോ, ഇതൊക്കെ ഒരു പുരുഷനാണ്. ഉമ്മുഹു അവൻ്റെ ഉമ്മ റബ്ബത്തുൽ ബൈത്തി വീടിനെ പരിപാലിക്കുന്നവളാണ്, വീടിനെ സംരക്ഷിക്കുന്നവളാണ്. തഹ്തമ്മു ഉമ്മ പ്രാധാന്യം നൽകുന്നു, ബിൽ മൻസിലി വീട്ടിലെ കാര്യങ്ങൾക്ക്, അഥവാ വീടിന് പ്രാധാന്യം നൽകുന്നു. വ തുനല്ലിമു അവൾ കൃത്യമായി ചെയ്യും, ആര് ഉമ്മ, അൽ ഉമ്മൂറ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യും. ഇവിടെ കണ്ടോ തഹ്തമ്മു തുനല്ലിമു, ഫസ്റ്റൊക്കെ ത ആയില്ലേ, യഹ്തമ്മു യുനല്ലിമു എന്നുണ്ടാവുക ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളതുപോലെ അത് സ്ത്രീ ആയപ്പോൾ, ഒരു സ്ത്രീ ആയപ്പോൾ നേരെ അയാ ത ആയി, യഫ് അലു തഫ് അലു എന്നതായ പോലെ യഹ്തമു തഹ്തമു, യുനല്ലിമു എന്നുള്ളത് തുനല്ലിമു എന്നാണ് ഉപയോഗിക്കുന്നത്. വലി ഹാമിദിൻ ഹാമിദിനുണ്ട് സ്വദീഖാനി 2 കൂട്ടുകാരുണ്ട്. അപ്പോൾ 2 പുരുഷന്മാരല്ലേ, 2 കൂട്ടുകാർ പറയുമ്പോൾ യുഹിബാനി അവർ 2 പേരും ഇഷ്ടപ്പെടുന്നു. കണ്ടോ, അവിടെ യുഹിബു എന്നത് യുഹിബാനി എന്നായി, 2 ആളായപ്പോൾ. ഐലൻ ഇവരും എന്ന് പറഞ്ഞാൽ ഹാമിദിന് പുറമെ ഇവരും ഇഷ്ടപ്പെടുന്നു. അസ്സിറാത കൃഷിയെ ഇഷ്ടപ്പെടുന്നു. യസൂറാനി അവർ 2 പേരും സന്ദർശിക്കുന്നു. ഹാമിദൻ ഹാമിദിനെ സന്ദർശിക്കുന്നു. യസൂറു എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ സന്ദർശിക്കുന്നു. യസൂറാനി 2 പുരുഷന്മാർ സന്ദർശിക്കുന്നു. ഹാമിദൻ ഹാമിദിനെ, ഇവിടെ 2 പുരുഷന്മാർ ആരൊക്കെയാണ്, അവൻ്റെ 2 കൂട്ടുകാർ. അപ്പോൾ അവർ 2 പേരും ഹാമിദിനെ സന്ദർശിക്കുന്നു. ഹാമിദ് അങ്ങനത്തെ അവസ്ഥയിലാണ്. യാമലു അവൻ ജോലി ചെയ്യുന്നു, ഫിൽ ഹഖിലി പാടത്ത് ജോലി ചെയ്യുന്നു. അവിടെ ഉണ്ടോ ഹാമിദ് ഒരാളാണ്, അപ്പോൾ യാമലു. കൂട്ടുകാർ 2 ആളുണ്ട്, അപ്പോൾ യസൂറാനി. ഇനി 2 ആൾ ജോലി ചെയ്യുന്നു എന്നാണെങ്കിൽ യാമലാനി എന്നാവും. ഇവിടെ ഹാമിദ് മാത്രമായപ്പോൾ യാമലു. പാടത്ത് ജോലി ചെയ്യുന്നതായ ഹാമിദിനെ അവർ 2 പേരും സന്ദർശിക്കുന്നു. ഹാമിദുൻ ഹാമിദും വ സ്വദീഖാഹു അവൻ്റെ 2 കൂട്ടുകാരും. അപ്പോൾ എത്ര ആളായി, 2ൽ കൂടുതലായില്ലേ, അപ്പോൾ പല ആളുകളായി, ജംആയി. അവർ യഗ്രിസൂന അവർ നട്ടുപിടിപ്പിക്കുന്നു. യഗ്രിസു എന്ന് പറഞ്ഞാൽ നട്ടുപിടിപ്പിക്കുന്നു, ഒരാൾ ഒരു പുരുഷൻ. യഗ്രിസാനി 2 പുരുഷന്മാർ നട്ടുപിടിപ്പിക്കുന്നു എന്നായി. യഗ്രിസൂന എന്നാവുമ്പോഴോ അവർ പല പുരുഷന്മാർ. ഇവിടെ ഹാമിദും 2 കൂട്ടുകാരും ഉണ്ട്, അവർ 2ൽ കൂടുതൽ ആളാവുമ്പോഴാണ് ജം ഉപയോഗിക്കുക. അപ്പോൾ യഗ്രിസൂന അവർ നട്ടുപിടിപ്പിക്കുന്നു, അന്നബാതാത്തി ചെടികളെ അല്ലെങ്കിൽ സസ്യങ്ങളെ. വയൽഅബൂന അവർ കളിക്കുന്നു, യൽഅബു കളിക്കുന്നു ഒരാൾ, യൽഅബാനി 2 പുരുഷന്മാർ, യൽഅബൂന പല പുരുഷന്മാർ. വയൽഅബൂന അവർ കളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹാമിദും 2 കൂട്ടുകാരും. ബഅദൽ അമലി ജോലിക്ക് ശേഷം കളിക്കുന്നു. വലി ഹാമിദിൻ ഹാമിദിനുണ്ട് ഉഖ്താനി 2 സഹോദരികളുണ്ട്, അവർ 2 സ്ത്രീകൾ അല്ലേ. തദുറുസാനി അവർ 2 പേരും പഠിക്കുന്നു. യദുറുസു എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു, അത് സ്ത്രീ ആവുമ്പോൾ, ഒരു സ്ത്രീ ആകുമ്പോൾ തദുറുസു, 2 സ്ത്രീ ആവുമ്പോൾ തദുറുസാനി അവർ 2 ആളും പഠിക്കുന്നു. ഫിസ്സൊഫിൽ ഹാമിസി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വതുസായിദാനി അവർ 2 ആളും സഹായിക്കുന്നു, അല്ലെങ്കിൽ സഹായിക്കും എന്നർത്ഥവും പറയാം. ചെയ്യുന്നു എന്നർത്ഥവും പറ്റും, ചെയ്യും എന്നർത്ഥവും പറ്റും കേട്ടോ. ഈ ഫീലുകൾക്കൊക്കെ നമുക്ക് ചെയ്യുന്നു എന്നർത്ഥമാണ് ഒന്നുകൂടി നല്ലത്. വതുസായിദാനി അവർ 2 ആളും സഹായിക്കുന്നു. അൽ ഉമ്മ ഉമ്മയെ സഹായിക്കുന്നു. ഇവിടെ തുസായിദു യുസായിദു പറഞ്ഞാൽ ഒരു പുരുഷൻ സഹായിക്കുന്നു. തുസായിദു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ സഹായിക്കുന്നു. തുസായിദാനി എന്ന് പറയുമ്പോൾ 2 സ്ത്രീകൾ സഹായിക്കുന്നു. അൽ ഉമ്മു ഉമ്മയും വൽ ഉഖ്താനി 2 സഹോദരികളും. അപ്പോൾ എത്ര ആളായി, 3 സ്ത്രീകളായി അല്ലേ, അപ്പോൾ പല സ്ത്രീകളായി. യുറത്തിബിന അവർ ക്രമീകരിക്കുന്നു.
യുറത്തിബു അവനൊരു പുരുഷൻ ക്രമീകരിക്കുന്നു എന്നായി. അപ്പോൾ രണ്ടാമത്തെ ലൈനിക്ക് എടുക്കുമ്പോൾ യാ താ ആവും. ഇതാ യഫ്അലു തഫ്അലു ആകുന്നതുപോലെ യുറത്തിബു തുറത്തിബു എന്നാവും. തുറത്തിബു അവളൊരു സ്ത്രീ ക്രമീകരിക്കുന്നു എന്നാവും. തുറത്തിബു തുറത്തിബാനി യുറത്തിബിന ഉണ്ടോ. തഫ്അലു തഫ്അലാനി യഫ്അൽന ഇവിടെ യാ എന്നാവും. ഇവിടെ രണ്ടു താ ഇവിടെ യാ എന്നായി മാറുന്നുണ്ട്. അപ്പോൾ തുറത്തിബു തുറത്തിബാനി യുറത്തിബിന അതാണ് ഇവിടെ വന്നത്. അവർ പല സ്ത്രീകൾ ക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മയും രണ്ട് സഹോദരികളും ക്രമീകരിക്കുന്നു. ഉമൂറൽ ബൈത്തി വീട്ടിലെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നു, ഓർഡറാക്കുന്നു. വയസ്റായിന അവർ കൃഷി ചെയ്യുന്നു. യസ്റാവു എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ കൃഷി ചെയ്യുന്നു. തസ്റാവു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ കൃഷി ചെയ്യുന്നു. തസ്റാവു തസ്റാനി യസ്റായിന അവർ പല സ്ത്രീകൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഉമ്മയും സഹോദരികളും കൃഷി ചെയ്യുന്നു. അൽ ഖളറവാത്തി പച്ചക്കറികളെ കൃഷി ചെയ്യുന്നു. വറാ അൽ മത്ബഹി അടുക്കളക്ക് പിറകിൽ അടുക്കളയുടെ പിന്നിൽ അവർ പച്ചക്കറികളെ കൃഷി ചെയ്യുന്നു. നഖറഉ നമുക്ക് വായിക്കാം. ഇവിടെ പാഠഭാഗത്ത് വന്നിട്ടുള്ള ഈ റെഡ് കളറിലുള്ള ഫീലുകളൊക്കെ ഇവിടെ ഒന്നുകൂടി തന്നതാണ്, നമുക്കൊന്നുകൂടി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ യുഹിബു യദ്ഹബു യർജിഉ ഇതൊക്കെ നോക്ക് ഒരാളാവുമ്പോൾ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ലൈനിൽ തന്നത് ഒക്കെ ഒരു പുരുഷനാവുമ്പോൾ ഉള്ള രൂപങ്ങളാണ്. അവനൊരു പുരുഷൻ. യുഹിബു യദ്ഹബു യർജിഉ ഇതും കൂടി ഉണ്ട്. യഅമലു അതവിടെ എഴുതിയിട്ടില്ല, വേണം എഴുതി കൊടുക്കുക. യുഹിബാനി യസൂറാനി ഇത് രണ്ടും രണ്ടാളുകളുള്ള രൂപങ്ങളാണ്. യഗ്രിസൂന യൽഅബൂന ഇതൊക്കെ പല പുരുഷന്മാരാണ്, രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ ആണുങ്ങൾ ചെയ്യുന്നു എന്നർത്ഥം. തഹ്തമ്മു തുനല്ലിമു ഇത് ഒരു സ്ത്രീ അഥവാ ഉമ്മയാണ് ഇവിടെ അല്ലേ. ഇവിടെ തദുറുസാനി തുസായിദാനി ഇത് രണ്ടും രണ്ട് സ്ത്രീകളുള്ളത്. യുറത്തിബിന യസ്റായിന ഇത് രണ്ടും പല സ്ത്രീകളുള്ളത്. ഇനി സ്ത്രീകളും പുരുഷന്മാരും കൂടി മിക്സ് ആയിട്ട് വന്നാൽ അവിടെ എന്താണ് മുദക്കറാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എഴുതുന്നു എന്നാണെങ്കിൽ യക്തുബു എഴുതുന്നു. അപ്പോൾ കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ യക്തുബൂന അല്ലേ. അപ്പോൾ അത് പുരുഷന്മാർ മാത്രമാണെങ്കിലും യക്തുബൂന അലൂന പറയുന്ന പോലെ യക്തുബൂന എന്ന് പറയും. പുരുഷന്മാരും സ്ത്രീകളും മിക്സ് ആണെങ്കിലും അപ്പോഴും മുദക്കറാണ് ഉപയോഗിക്കുക യക്തുബൂന. ആ ഒരു സംഭവം മനസ്സിലാക്കി വെക്കുക ഇൻഷാ അല്ലാ. എന്നാൽ നുലാഹിദു വ നഫ്ഹമു നമുക്ക് പരിശോധിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയുള്ള പല രൂപങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. 6 രൂപങ്ങളിൽ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫിയൽ തന്നെ ഈ 6 രൂപത്തിൽ വരും. അപ്പോൾ അതിങ്ങനെ സൊർഫാക്കുന്ന നേരത്തെ പറഞ്ഞില്ല സൊർഫാക്കുക എന്ന് പറയാം. അങ്ങനെ 2 ഫിയൽ ഇവിടെ സൊർഫാക്കി തന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന തദ്ഹബു തദ്ഹബാനി യദ്ഹബുന. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു, അവനൊരു പുരുഷൻ പോകുന്നു. അപ്പോൾ യദ്ഹബാനിൻ്റെ അർത്ഥം എന്താ ആർക്കറിയാം. അവർ 2 പുരുഷന്മാർ പോകുന്നു അല്ലേ, കറക്റ്റ്. യദ്ഹബൂന അവർ പല പുരുഷന്മാർ പോകുന്നു. തദ്ഹബു അവൾ ഒരു സ്ത്രീ പോകുന്നു. തദ്ഹബാനി അവർ 2 സ്ത്രീകൾ പോകുന്നു. യദ്ഹബന അവർ പല സ്ത്രീകൾ പോകുന്നു. അതെ. യദുറുസു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പഠിക്കുന്നു. യദുറുസാനിയോ അവർ 2 പുരുഷന്മാർ പഠിക്കുന്നു. യദുറുസൂന അവർ പല പുരുഷന്മാർ പഠിക്കുന്നു. തദുറുസു അവൾ ഒരു സ്ത്രീ പഠിക്കുന്നു. തദുറുസാനി അവർ 2 സ്ത്രീകൾ പഠിക്കുന്നു. യദുറുസ്ന അവർ പല സ്ത്രീകൾ പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് അർത്ഥം പറയാൻ കഴിയുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഏത് കിട്ടിയാലും ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് സൊർഫാക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇതുപോലെ നുകമ്മിലുൽ ഫറാഗ കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ ശേഷമുള്ള ഡാഷുള്ള ഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കുക. ഇവിടെ യർജിഉ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ യർജിഉ യർജിആനി യർജിഊന തർജിഉ തർജിആനി യർജിഊന അങ്ങനെ ഉണ്ടാവും അല്ലേ. ഇവിടെ ഈ യാഇനെ താ ആക്കിയാൽ തർജിഉ അതാണ് ഇവിടെ വരിക. ഇവിടെ യാഇനെ താ ആക്കിയ തർജിആനി അതാണ് വരിക. ഇവിടെയോ യർജിഊന എന്നാ വരിക അല്ലേ. അപ്പോൾ അവിടെ ഈ ഐനിന് സുക്കൂന് ചെയ്യണം, എന്നിട്ട് വാവ് കളയണം. യർജിഊന യർജിഊന എന്നത് യർജിഊന ഐനിന് സുക്കൂൻ ചെയ്യുക, വാവ് കളയുക. അപ്പോൾ അത് ഇവിടുത്തെ കിട്ടും. യർജിഉ യർജിആനി യർജിഊന തർജിഉ തർജിആനി യർജിഊന. അടുത്ത യുഹിബ്ബു യുഹിബ്ബു യുഹിബ്ബാനി യുഹിബ്ബൂന തുഹിബ്ബു തുഹിബ്ബാനി യുഹ്ബിബുന എന്നുണ്ടാവുക. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം അങ്ങനെ ശബ്ദമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എത്തുമ്പോൾ ഇവിടത്തേൽ ചെറിയ മാറ്റമൊക്കെ വരും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയാൽ മതി. യുഹിബ്ബു എന്നത് യുഹിബ്ബിബുന എന്നാണ് വരിക എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ വരുന്ന ഫീലൊക്കെ ഇവിടെ തൽഅബു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മേലെന്തായിരിക്കും നമുക്കറിയാം അല്ലേ. ഇവിടെ തഫ്അലു എന്നത് യഫ്അലു. അപ്പോൾ താ യാ ആക്കിയാൽ മാത്രം മതി. അപ്പോൾ തൽഅബു ഇതിന് മേലെ യൽഅബു എന്നായിരിക്കും. യൽഅബു യൽഅബാനി യൽഅബൂന തൽഅബു തൽഅബാനി യൽഅബുന. ഇൻഷാ അല്ലാഹ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇവിടെയുള്ള ഈ ഫീലുകളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ 6 രൂപം ഇങ്ങനെ സൊർഫാക്കി പഠിക്കുക. ഇവിടെ യദ്ഹബുണ്ട് യദ്റുസുണ്ട് ഒക്കെ അങ്ങനെ സൊർഫാക്കി പഠിച്ചാൽ ഈ പാഠം വളരെ ഈസിയാണ്. നുകമ്മിലു നമുക്ക് പൂർത്തിയാക്കാം. അൽ ഫറാഗ വിട്ട ഭാഗം പൂർത്തിയാക്കാം. ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് മിനൽ ഖൗസൈനി ബ്രാക്കറ്റിൽ നിന്ന്. അൽ ഉസ്താദു ഉസ്താദ്
ഡാഷ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. ഇവിടെ ഉസ്താദ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷനേ ഉള്ളൂ അല്ലേ. യദ്ഹബു യസ്റാഉ തദ്ഹബു. ഇവിടെ യദ്ഹബു യസ്റാഉ അത് രണ്ടും നമുക്കറിയാം. ഇവിടെ യഫ്അലു പോലെ ഒരു പുരുഷൻ, മുഫ്രദ് ഒരാൾ, മുദക്കർ പുരുഷൻ, ആ രൂപമാണ് അല്ലേ. തദ്ഹബു എന്നുള്ളത് തഫ്അലു എന്നുള്ള രൂപമല്ലേ, അപ്പോൾ ഒരു സ്ത്രീയാണ് അല്ലേ. അതുകൊണ്ട് അത് ഇവിടെ നടക്കൂല, തദ്ഹബു പറ്റൂല. അപ്പോൾ നമുക്ക് പിന്നെ പറ്റുന്നത് യദ്ഹബു യസ്റാഉ എന്നതാണ്. യദ്ഹബു പോകുന്നു, യസ്റാഉ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏതാ യോജിക്കുക? മദ്രസയിലേക്ക് പോകുന്നു എന്നാണ് അല്ലേ. അപ്പോൾ യദ്ഹബു ഇലൽ മദ്രസത്തി, ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നു. അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികൾ ഡാഷ് അലൽ മഖ്ആദി ബെഞ്ചിന്മേൽ. രണ്ട് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ രണ്ട് സ്ത്രീകൾ അല്ലേ. സ്ത്രീകളാവുമ്പോൾ ഈ രണ്ടാമത്തെ ലൈനാണ് വരേണ്ടത്, രണ്ടാളാവുമ്പോൾ മുസന്ന. അപ്പോൾ തഫ്അലാനി പോലത്തതാണ് കിട്ടേണ്ടത്. ഇവിടെ തജ്ലിസു തജ്ലിസാനി യജ്ലിസാനി. തഫ്അലാനിയെ പോലുള്ളത് ഏതാ അതിൽ? തജ്ലിസാനി അല്ലേ. അതെ, തജ്ലിസു എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ ഇരിക്കുന്നു എന്നർത്ഥം വരിക. യജ്ലിസാനി എന്നാൽ അവർ രണ്ട് പുരുഷന്മാർ ഇരിക്കുന്നു എന്നർത്ഥമാണ് വരിക. തജ്ലിസാനി എന്നാൽ അവർ രണ്ട് സ്ത്രീകൾ. അപ്പോൾ അൽ ബിൻതാനി തജ്ലിസാനി അൽ മഖ്ആദി രണ്ട് പെൺകുട്ടികൾ ബെഞ്ചിന്മേൽ ഇരിക്കുന്നു. ത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ, രണ്ട് വിദ്യാർത്ഥികൾ ആൺകുട്ടികളാണ് അല്ലേ. ത്വാലിബാനി പെൺകുട്ടികളാണെങ്കിലോ ത്വാലിബത്താനി എന്നുണ്ടാവുക. അപ്പോൾ രണ്ട് പുരുഷന്മാരാണ്. ദുറൂസഹുമ അവർ രണ്ടാളുടെയും പാഠങ്ങൾ എന്താ ചെയ്യണത്? യദുറുസാനി തദുറുസാനി യദുറുസു. ഒക്കെ ഒരേ ഫീലല്ല, ഇവിടെ അതുപോലെ ഒക്കെ ഒരേ ഫീലായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ പഠിക്കുന്നു എന്ന അർത്ഥം വരുന്നത്. ഇവിടെ രണ്ട് പുരുഷന്മാരാകുമ്പോൾ ഏതാ കൊടുക്കുക? പുരുഷന്മാരാകുമ്പോൾ മുദക്കർ, രണ്ടാളാവുമ്പോൾ മുസന്ന യഫ്അലാനി അല്ലേ. ഇതുപോലത്തെ ഏതാ അതിലുള്ളത്? യദുറുസാനി അവർ രണ്ടുപേരും പഠിക്കുന്നു. ദുറൂസഹുമ രണ്ടാളുടെയും പാഠങ്ങൾ. അൽ വാലിദത്തു മാതാവ്, അപ്പോൾ ഒരു സ്ത്രീയാണ് അല്ലേ. ഡാഷ് അൽ ഇദാമ കറി. എന്താ ചെയ്യുക? തദ്ഹബു യതുബഹു തതുബഹു. ഇവിടെ യതുബഹു എന്നുള്ള യഫ്അലു പോലെ അത് മുദക്കർ അല്ലേ, പുരുഷനാണ്, അത് ഇവിടെ പറ്റില്ല. പിന്നെ തദ്ഹബു തതുബഹു ഇത് രണ്ടും ഉള്ളത്, ഇതിലേതാ യോജിക്കുക? തദ്ഹബു പറഞ്ഞാൽ പോകുന്നു, കണ്ടോ. യദ്ഹബു പോകുന്നു, സ്ത്രീയാവുമ്പോൾ തദ്ഹബു പോകുന്നു. അപ്പോൾ കറി എന്നുള്ളതിലേക്ക് യോജിക്കുന്നില്ല. തതുബഹു എന്ന് പറഞ്ഞാൽ വേവിക്കുന്നു, അതല്ലേ യോജിക്കുക. തതുബഹുൽ ഇദാമ കറി വേവിക്കുന്നു. അരിജാലു പുരുഷന്മാർ ഡാഷ് ബിൽ കുറത്തി പന്ത് കൊണ്ട്. ഇവിടെ എന്താ ഉണ്ടാവുക? അരിജാലു പുരുഷന്മാർ എന്ന് പറയുമ്പോൾ കുറേ, രണ്ടിൽ കൂടുതൽ പുരുഷന്മാരില്ലേ, ആണുങ്ങളാണ്. അപ്പോൾ യൽ അബാനി തൽ അബാനി യൽ അബൂന, ഇതൊക്കെ യൽ അബു എന്ന ഫിഗലിൽ നിന്നുള്ളതാണ്. യൽ അബു യൽ അബാനി യൽ അബൂന, അങ്ങനെ നമ്മളിവിടെ പഠിച്ചില്ലേ, യൽ അബു യൽ അബാനി ഇതിലുള്ളതാണ് അല്ലേ. അപ്പോൾ കളിക്കുന്നു എന്നാണ് അർത്ഥം ഉണ്ടാവുക. ഇവിടെ പല പുരുഷന്മാരാകുമ്പോൾ ഇതിലേതാ യോജിക്കുക? പുരുഷന്മാരാകുമ്പോൾ മുദക്കർ, പല ആൾക്കാരാകുമ്പോൾ ജംഅ് അല്ലേ, യഫ്അലൂന. അതുപോലെ ഇവിടെ ഏതാണുള്ളത്? യൽ അബൂന അവർ പല പുരുഷന്മാർ കളിക്കുന്നു. ബിൽ കുറത്തി പന്ത് കൊണ്ട്. അൽ ബനാത്തു പെൺകുട്ടികൾ, അപ്പോൾ കുറേ സ്ത്രീകളുണ്ട്, കുറേ പെൺകുട്ടികളാണ്. ഡാഷ് അൽ ജരീദത്ത പത്രം. ഇവിടെ യഖ്റഅന യഖ്റഊന തഖ്റആനി ഒക്കെ യഖ്റഉ എന്ന ഫിഅലിൽ നിന്നുള്ളതാണ്, അഥവാ വായിക്കുന്നു. ഇവിടെ കുറേ സ്ത്രീകളാവുമ്പോൾ മുഅന്നസ് ജംഅ് അല്ലേ. അൽ ബനാത്തു പെൺകുട്ടികൾ, യഖ്റഅന അവർ വായിക്കുന്നു, അൽ ജരീദത്ത പത്രം. ഇവിടെ യഖ്റഊന എന്ന് പറഞ്ഞാൽ അവർ പല പുരുഷന്മാർ വായിക്കുന്നു. തഖ്റആനി എന്ന് പറഞ്ഞാൽ അവർ രണ്ട് സ്ത്രീകൾ വായിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം ഉണ്ടാവുക. നുലാഹിദ് നമുക്ക് പരിശോധിക്കാം, ഇത് നമ്മൾ നേരത്തെ പരിശോധിച്ചു കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. ഇനി ഇത് നോക്കാം. നുഅരിബ് നമുക്ക് അറബിയാക്കാം. വിദ്യാർത്ഥി പോകുന്നു. ഇവിടെ വിദ്യാർത്ഥിക്ക് എന്താണ് അറബിയിൽ പറയാം? ഇവിടെ അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്തായിരിക്കും? അത്വാലിബു. എന്താണ്? അത്വാലിബു വിദ്യാർത്ഥി. പോകുന്നു എന്നതിന് എന്താ പഠിച്ചു അല്ലേ? യദ്ഹബു പോകുന്നു എന്നതിന് ഇതാ ഇവിടെ വന്നു യദ്ഹബു, ഇവിടെ വന്നു. പിന്നെ അതുപോലെ യദ്ഹബു ഫുള്ളായിട്ട് യദ്ഹബു യദ്ഹബാനി യദ്ഹബു ഞാൻ ഫുള്ളുള്ള രൂപവും 6 രൂപവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പോകുന്നു. ഇവിടെ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, ഒരു പുരുഷൻ അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ രൂപം തന്നെ ഉണ്ടാവുക യദ്ഹബു. അത്വാലിബു യദ്ഹബു വിദ്യാർത്ഥി പോകുന്നു. അടുത്ത എന്താണ്? രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു. പെൺകുട്ടിക്ക് എന്താ പറയുക? ഇതവിടെ അൽ ബനാത്തു പെൺകുട്ടികൾ അല്ലേ. ഇവിടെ രണ്ട് പെൺകുട്ടികളാണ്. ഒരു പെൺകുട്ടിക്ക് എന്താ പറയുക? ബിന്ത്. ബിന്ത് പെൺകുട്ടി. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് കിട്ടിയാൽ രണ്ടാളുള്ളത് നമുക്ക് എപ്പോഴും നല്ല സുഖമാണ്. ഒരു അലിഫും കസറുള്ള നൂനും കൊടുത്താൽ മതി. ബിന്ത് പെൺകുട്ടി, ബിന്താനി രണ്ട് പെൺകുട്ടികൾ. ഇതാ ഇവിടെ വന്നിട്ടുണ്ട് അൽ ബിന്താനി രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ അൽ ബിന്താനി രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു എന്നതിന് എന്താണ് അറബിയിൽ? യൽ അബു അല്ലേ. യൽ അബു യൽ അബാനി യൽ അബുന തൽ അബു തൽ അബാനി യൽ അബുന. ഇവിടെ രണ്ട് പെൺകുട്ടികളാവുമ്പോൾ ഏതാ വരിക? യൽ അബു യൽ അബാനി യൽ അബൂന തൽ അബു തൽ അബാനി അല്ലേ. ഈ തഫ്അലാനി എന്ന രീതിയിലുള്ളതല്ലേ വരിക? മുഅന്നസ് സ്ത്രീകൾ, മുസന്ന രണ്ടാൾ, രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ അൽ ബിന്താനി തൽ അബാനി രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു. പെൺകുട്ടികൾ മടങ്ങുന്നു. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ കുറേ പെൺകുട്ടികൾ. എന്താ പറയുക? അൽ ബനാത്തു അല്ലേ. അൽ ബനാത്തു പെൺകുട്ടികൾ
മടങ്ങുന്നു എന്നതിന് എന്തായിരുന്നു? പഠിച്ചു എന്താണ്? യർജിയോ, മടങ്ങുന്നു അല്ലേ? യർജിയോ യർജിയാൻ യർജിയോന, തെർജു തെർജിയാൻ യർജിയോന. അപ്പോൾ അതിൽ നിന്ന് ഏതെടുക്കുക നമ്മൾ? കുറേ പെൺകുട്ടികളാവുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ അല്ലേ ഇവിടെ വരുന്നത് എടുക്കുക. യർജിയാന അൽ ബനാത്തു, പെൺകുട്ടികൾ, യർജിയാന അവർ മടങ്ങുന്നു, പെൺകുട്ടികൾ മടങ്ങുന്നു. അടുത്ത എന്താണ്? 2 ആൺകുട്ടികൾ എഴുതുന്നു. ആൺകുട്ടിക്ക് എന്താ പറയുക? വലത് അല്ലെങ്കിൽ ഇബിന് എന്നൊക്കെ പറയാം. അപ്പോൾ വലതാണെങ്കിൽ 2 ആൺകുട്ടിയാവുമ്പോൾ വലദാനി. അപ്പോൾ അൽ വലദാനി 2 ആൺകുട്ടികൾ എന്താണ് ചെയ്യുന്നത്? എഴുതുന്നു. എഴുതുന്നു എന്നതിന് യക്തുബു എന്ന് പറയാം. യക്തുബു എഴുതുന്നു. ഇവിടെ 2 ആളുണ്ടാവുമ്പോൾ യക്തുബുവിനെ ഇതിൻ്റെ അടുത്ത രൂപം യക്തുബാനി എന്ന് വരും. യഫ് അലു യഫ് അലാനി പോലെ യക്തുബു യക്തുബാനി, അൽ വലദാനി യക്തുബാനി 2 ആൺകുട്ടികൾ എഴുതുന്നു. നുലാഹിബുൽ മുഫ്രദ വൽ ജംഅ ഇതെല്ലാ പാഠത്തിലും ഉണ്ട് അല്ലേ? മുഫ്രദ് ജംഅ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എല്ലാ പാഠത്തിലും വന്ന മുഫ്രദും ജംഉം പഠിക്കുക. മുഫ്രദ് എന്നിട്ട് ജംഅ എഴുതാനും, ജംഅ എന്നിട്ട് മുഫ്രദ് എഴുതാനും, അർത്ഥം എഴുതാനൊക്കെ ഈ വാക്കുകൾ വരാം. മൻസിലുൻ വീട്, മനാസിലു വീടുകൾ, അമ്ര കാര്യം, ഉമൂറുൻ കാര്യങ്ങൾ. അമ്രിന് കൽപ്പന എന്നും അർത്ഥമുണ്ട്. കാരണം നിങ്ങൾ ഉസ്താദ്മാർ അങ്ങനെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ തെറ്റല്ല. അമ്രുൻ കൽപ്പന, ഉമൂറുൻ കൽപ്പനകൾ. നബാത്തുൻ ചെടി, നബാത്താത്തുൻ ചെടികൾ. ഖൽറാഉ പച്ചക്കറി, ഖൽറാവാത്ത് പച്ചക്കറികൾ. ഇങ്ങനെയുള്ള മുഫ്രദുകൾ ഏകവചനങ്ങളും ജംഅകൾ ബഹുവചനങ്ങൾ ഇതെന്ത് ചെയ്യുക? പഠിക്കുക ഇൻഷാ അല്ലാഹ്. നക്തഷിഫുൽ മുദക്കറ, നമുക്ക് മുദക്കറിനെ കണ്ടെത്താം. ഇവിടെ മുഅന്നസാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ മുദക്കർ കണ്ടെത്തുക. എന്താണ് മുഅന്നസ്? ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, മുഅന്നസ് എന്ന സ്ത്രീ, മുദക്കർ എന്ന പുരുഷൻ അല്ലേ? അപ്പോൾ ഉമ്മുൻ അത് സ്ത്രീയാണ്, അത് പുരുഷനാവുമ്പോൾ എന്താ ഉണ്ടാവുക? അബുൻ ഉപ്പ പുരുഷനാണ്. സ്വദീഖത്തുൻ കൂട്ടുകാരി, അത് മുഅന്നസാണ് അല്ലേ? അത് സ്ത്രീയാണ്. ഇതിൻ്റെ മുദക്കർ പുരുഷനാവുമ്പോൾ എന്താ ഉണ്ടാവുക? സ്വദീഖുൻ എന്നുണ്ടാവുക. ഈ താ അവിടെ ഒഴിവാക്കിയാൽ മതി. സ്വദീഖുൻ എന്തായി? കൂട്ടുകാരൻ എന്നായി. ഇനി ഉഖ്തുൻ സഹോദരി, അത് സ്ത്രീയല്ലേ? മുഅന്നസാണ്. അതിൻ്റെ മുദക്കർ എങ്ങനെ ഉണ്ടാവുക? അഖുൻ സഹോദരൻ. നക്തഷിഫുൽ മാലിയ, നമുക്ക് മാലിയെ കണ്ടെത്താം. ഇവിടെ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ, ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ചെയ്യുന്നു ഒരവസ്ഥ പറയാം, അല്ലെങ്കിൽ ചെയ്യും എന്നർത്ഥമായാലും നമുക്ക് അത് തന്നെ പറയാം. അപ്പോൾ ഉദാഹരണം യദ്ഹബു പോകുന്നു, അല്ല നമ്മൾ പഠിച്ചത് പോകും എന്നർത്ഥവും അതിനുണ്ട്. ഏതർത്ഥം ഉപയോഗിക്കുക? അപ്പോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും എന്നർത്ഥമാണ് വരുന്നത് അല്ലേ? മുളാരി ആഫിയലിന്. അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ മാലി എടുക്കുക എന്ന് പറഞ്ഞാൽ മാലി പറഞ്ഞാൽ കഴിഞ്ഞത്. അപ്പോൾ ചെയ്തു. യദ്ഹബു പറഞ്ഞാൽ പോകുന്നു അല്ലെങ്കിൽ പോകും. അപ്പോൾ പോയി എന്നതിന് എന്താണ് അറബിയിൽ? അതാണ് മാലി വരിക. ദഹബ പോയി, പോയി എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞില്ലേ? അപ്പോൾ ദഹബ എന്ന് പറയാം. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ അക്ഷരം ഉണ്ടല്ലോ യാ, ഇവിടെ നമ്മളിപ്പോൾ സർഫാക്കുമ്പോൾ നോക്കിയാൽ മതി. യഫ് അലു, യഫ് അലാനി, യഫ് അലൂന, തഫ് അലു, തഫ് അലാനി, യഫ് അൽന. എല്ലാത്തിനും തുടക്കത്തിൽ യാ ഉണ്ട് അല്ലെങ്കിൽ താ ഉണ്ട് അല്ലേ? അപ്പോൾ യാ ഓ താ ഓ തുടക്കത്തിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ തുടക്കത്തിലുള്ള യാ അല്ലെങ്കിൽ താഇനെ കളയാം. പിന്നെ ബാക്കിയുള്ള അക്ഷരം എടുത്താൽ മതി നമുക്ക് മാലിയാക്കുമ്പോൾ. അപ്പോൾ യദ്ഹബൂത്തെ യാ കളഞ്ഞാൽ പിന്നെ ദാല് ഹാ ബാ. എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ അക്ഷരത്തിന് സുക്കൂനുള്ളത് അത് ഫത്തഹാക്കണം. അപ്പോൾ യദ്ഹബു എന്നുള്ളത് യാ കളയുക, ദാലിന് ഫത്തഹാക്കുക. അപ്പോൾ ദഹ ബ, ലാസ്റ്റും ഫത്തഹായിരിക്കും ഉണ്ടാവുക. ദഹബ. നടുത്തത് ചിലപ്പോൾ എന്താവും? ഫത്തഹ ഉള്ളത് ഫത്തഹനായിരിക്കും, ചിലപ്പോൾ കസറാവും, ചിലപ്പോൾ ലമ്മക്കാവും. അത് മാറ്റുണ്ടാവാം. അടുത്ത് യർജിയും ഇതുപോലെ ചെയ്ത് നോക്കുക. യാവിനെ കളഞ്ഞു, പിന്നെ റാ ജീമ് അയിനാണല്ലോ അല്ലേ? റാ ജീമ് അയിന്. എന്നിട്ട് ആ റാഹിൻ്റെ സുക്കൂനെ ഫത്തഹാക്കി, അവസാനം ലമ്മുള്ളവും ഫത്തഹാക്കി. നടുവിൽ ഫത്തഹ കസറോ ലമ്മോ എന്നുള്ളത് നമുക്ക് അറിയണം, നമ്മൾ പഠിക്കാൻ വേണം. യർജുവിൻ്റെ മാലിൽ ഫത്തഹ ഉള്ളത് റജാ നമ്മൾ പഠിച്ചേക്കണം. യഗ്രിസു അതിനെന്ത് ചെയ്യുക? യാ കളയുക, ഗൈന് റാ സീന്. ഗൈന് ഫത്തഹ കൊടുത്ത് സീന് ഫത്തഹ കൊടുത്ത്. റാന് ഫത്തഹാണ് വരുന്നത്, ഇവിടെ കസറാണ് എന്നാലും ഇവിടെ ഫത്തഹാണ് അല്ലേ? അങ്ങനെ മാറി. അപ്പോൾ യഗ്രിസു ഗറസ, യഗ്രിസു നട്ടുപിടിപ്പിക്കുന്നു, ഗറസ നട്ടുപിടിപ്പിച്ചു, പിടിപ്പിച്ചു കഴിഞ്ഞു. യൽ അബു കളിക്കുന്നു, അവിടെ ലാമ് ഐന് ബാ, ലാമിന് ഫത്തഹ് ബാഇന് ഫത്തഹ്, ഐനും കസറാണ് വരിക. ഇവിടെ ഫത്തഹാണ് പക്ഷേ ഇവിടെ കസറ വരിക. അപ്പോൾ യൽ അബു കളിക്കുന്നു, ലായിബ കളിച്ചു. തദുറുസു ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ യാ അല്ല താ വന്നല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ അവൻ എന്ന അർത്ഥമാണ് വന്നത്, അവൻ ഒരു പുരുഷൻ. ഇവിടെ അവൾ എന്നാണ്. അപ്പോൾ അവൾ പഠിക്കുന്നു എന്നാവുമ്പോൾ അവൾ പഠിച്ചു എന്നർത്ഥം വരണം. ഇവിടെ താ കളഞ്ഞിട്ട് ദാല് റാ സീന്, എന്നിട്ട് ദാലിന് ഫത്തഹ കൊടുത്ത് സീന് ഫത്തഹ കൊടുത്ത് റാഹിന് ഫത്തഹ വരിക. ദറസ പഠിച്ചു. അപ്പോൾ അവൻ പഠിച്ചു എന്നാ. അപ്പോൾ ഇതിൻ്റെ മാലിയായിട്ടുണ്ടോ? അത് ഇല്ലല്ലോ. തദുറുസു അവൾ പഠിക്കുന്നു, ദറസ അവൻ പഠിച്ചു എന്നാ. ഇത് അവൾ പഠിച്ചു എന്നാവണം. അതിന് ഇൻഷാല്ല മാലിൻ്റെ ഒക്കെ വലിയ ക്ലാസ്സിൽ പഠിക്കും. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, യാ താ ആയാൽ അവൻ എന്നത് അവൾ എന്നാവുന്നത് പോലെ
മാലിയായ ഫിയലാകുമ്പോൾ അവസാനം ഒരു സുക്കൂനുള്ള ബാത്ത ആണ് കേട്ടോ, ഹാത്ത അല്ല ബാത്ത. ദറസത്ത് ബാൻ്റെ മേലെ പുള്ളിയില്ലേ ബാത്ത. അപ്പോൾ ദറസത്ത് ദറസ എന്നെടുക്കുക, എന്നിട്ട് ദറസത്ത്, അപ്പോൾ അവൾ പഠിച്ചു എന്നർത്ഥമായി. അപ്പോൾ തദുറുസുവിൻ്റെ മാലി എഴുതുമ്പോൾ ദറസത്ത് എന്നാണ് വരിക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. യുഹിബു അതിൻ്റെ മാലി എന്താണ്? യാ കളഞ്ഞാൽ പിന്നെ ഹാവും ബാവും അല്ല ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു അലിഫ് വരും, ആ എന്ന് വരും. എന്നിട്ട് അഹബ്ബ അങ്ങനെ ഉണ്ടാവുക. അഹബ്ബ ഇഷ്ടപ്പെട്ടു. അപ്പോൾ യുഹിബുവിൻ്റെ മാലി അഹബ്ബയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെച്ചാൽ മതി. യുഹിബു ഇഷ്ടപ്പെടുന്നു, അഹബ്ബ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ രീതിയിൽ മുലാരിയായ ഫീല് തന്നിട്ട് നക്തശിഫുൽ മാലിയ മാലി കണ്ടെത്തുക. അല്ലെങ്കിൽ മാലി തന്നിട്ട് ഇതിലുള്ള ദഹബ തന്നിട്ട്, അല്ലെങ്കിൽ റജ റസ ലഹിബ ദറസത്ത് അഹബ്ബ ഇങ്ങനെയൊക്കെ തന്നിട്ട് എന്ത് ചെയ്യും? നക്തശിഫുൽ മുലാരിയെ കണ്ടെത്തുക, അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യുക? മാലിയും മുലാരിയും മനസ്സിലാക്കി വെക്കുക. അതുപോലെ മുലാരി ആവുമ്പോൾ തുടക്കത്തിൽ യാ അല്ലെങ്കിൽ താ എക്സ്ട്രാ ആഡ് ചെയ്യും ഉണ്ടാവും. മാലി ആവുമ്പോൾ യാ അല്ലെങ്കിൽ താ ഇല്ലാതാവും എന്നൊക്കെ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ താ ആണെങ്കിൽ ആ താന് പകരം അവസാന ഒരു സുക്കൂനുള്ള താ ആണ് മാലിയിൽ വരുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലായാൽ നമുക്ക് ഏത് വന്നാലും ചെയ്യാൻ പറ്റും. നഖറഉ നമുക്ക് വായിക്കാം അല്ലെങ്കിൽ ഓതാം. മിനൽ ഖുർആനി ഖുർആനിൽ നിന്ന്. വനക്തശിഫു മിൻഹുൽ ഫിഅലൽ മുലാരിയായ ഫീലിനെ അതിൽ നിന്ന് കണ്ടെത്താം. വനഖുത്തു തഹ്ത അതിന് താഴെ നമുക്ക് വരക്കാം. അപ്പോൾ ഇതിൽ നിന്ന് മുലാരിയായ ഫീല് കാണുക, അതിൻ്റെ താഴെ വരയ്ക്കുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത. ഇതിൽ രണ്ട് മുലാരിയായ ഫീലുണ്ട്, ഒന്ന് നോക്കി നോക്കുക. യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന. ഈ രീതിയിലുള്ള ഏതെങ്കിലും ആണ് ഇവിടെ ഉണ്ടോ? യുഅ്മിനൂന ഉണ്ട് അല്ലേ? യുഅ്മിനു യുഅ്മിനാനി യുഅ്മിനൂന അത് ഇവിടെ വന്നിട്ടുണ്ട്. യുഅ്മിനൂന മുലാരിയായ ഫീലാണ്. യുഖീമു യുഖീമാനി യുഖീമൂന, യുഖീമൂന മുലാരിയായ ഫീലാണ്. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി, എവിടെതാ? യദ്ഖുലു യദ്ഖുലാനി യദ്ഖുലൂന അത് മുലാരിയായ ഫീലാണ്. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, യുഹദ്ദിസു യുഹദ്ദിസാനി യുഹദ്ദിസൂന തുഹദ്ദിസു അവിടെ വന്നിട്ടുണ്ട്, മുലാരിയായ ഫീലാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, യുവസ്വിസു യുവസ്വിസു യുവസ്വിസാനി യുവസ്വിസൂന തുവസ്വിസു തുവസ്വിസാനി യുവസ്വിസ്ന അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നത് യുവസ്വിസു. നൻസഹുൽ കലിമാത്ത് ഈ വാക്കുകൾ എഴുത്ത് ശരിയാക്കുക, പഠിക്കുക. അൽ ഉമ്മു വൽ ഉഖ്താനി യുറത്തിബ്ന ഉമൂറൽ ബൈത്തി വയസ്റായന. ഇവിടെ യുറത്തിബ്ന എന്നത് മുലാരിയായ ഫീൽ വന്നിട്ടുണ്ട്, പാഠഭാഗത്ത് വന്നതാണ്. വയസ്റായന അതും പാഠഭാഗത്ത് വന്നതാണ്. ആ രണ്ട് മുലാരിയായ ഫീലാണ് വന്നത്. രണ്ടും എന്താണ്? ജം ആണ്, മുഅന്നസ് ആണ് അല്ലേ? എഫ് അൽന എന്നുള്ള രീതിയിലുള്ളതാണ്. ജം മുഅന്നസ്. ഇൻഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് അടുത്ത പാഠം നോക്കാം. അദ്ദർസു സാലിസു മൂന്നാം പാഠം. മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം. നബി തങ്ങളുടെ ജന്മദിനം എന്നാണ്? റബീഉൽ അവ്വൽ 12 അല്ലേ, അഥവാ 12ാമത്തെ ദിവസം. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഇതാ ഇവിടെ പറയുന്നത് 1 2 3 4 5 6 7 9 10 11 12 13 14 15 അല്ലേ? ഇത് അറബിയിൽ എഴുതുമ്പോൾ കണ്ടോ ഇങ്ങനെ ഉണ്ടാവുക. 10 എഴുതുമ്പോൾ നമ്മൾ അറബി വലത് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഇടത്തോട്ടാണ് എഴുതുക. എന്നാലും അക്കങ്ങൾ എഴുതുമ്പോൾ ആദ്യം ഇടത് ഭാഗത്ത് 1 പിന്നെ വലത് ഭാഗത്ത് 0 ഉണ്ടോ? 12 ആദ്യം 1 ഇടത് ഭാഗത്ത് 2 വലത് ഭാഗത്ത് പിന്നെ എടുക്കാം. അപ്പോൾ അക്കങ്ങൾ എഴുതുമ്പോൾ മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ടാണ്, അത് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെയൊക്കെ അറബി എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. 1 വാഹിദ്, ഇസ്നാനി, സലാസത്തുൻ, അർബഅത്തുൻ, ഖംസത്തുൻ, സിത്തത്തുൻ, സബഅത്തുൻ, സമാനിയത്തുൻ, തിസ്അത്തുൻ, അശറത്തുൻ, അഹദ അശറ, ഇസ്ന അശറ, സലാസത്ത അശറ, അർബഅത്ത അശറ, ഖംസത്ത അശറ. ഇങ്ങനെ 1 മുതൽ 15 വരെയുള്ള എണ്ണത്തിൻ്റെ അറബിയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ അശറ, അഹദ അശറ, ഇസ്ന അശറ, സലാസത്ത അശറ, അർബഅത്ത അശറ, ഖംസത്ത അശറ എന്ന് ചൊല്ലി പഠിക്കുക, കാണാതെ പഠിക്കുക. എന്നിട്ട് ഇവിടെ സലാസ അർബഅ എന്ന് പറയുമ്പോൾ നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ സലാസ അർബഅ ഖംസ അത്ര ഉണ്ടാവുള്ളൂ. എനിക്ക് ഹാത്ത ഉണ്ട് അവസാനം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇൻഷാ അല്ലാഹ്. അശറ വരെ. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് 1 2 3 4 അങ്ങനെ പഠിച്ചില്ലേ? അപ്പോൾ ഇനി ഒന്നാമത്തേന്ന് എങ്ങനെ പറയാം? രണ്ടാമത്തെ, മൂന്നാമത്തെ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ 5 ദിവസം ഞാൻ കളിച്ചു, സ്കൂൾ പൂട്ടിയിട്ട് 5 ദിവസം ഞാൻ കളിച്ചു എന്ന് പറഞ്ഞാൽ 5 ദിവസം കളിച്ചിട്ടുണ്ട്. എന്നാൽ സ്കൂൾ പൂട്ടിയിട്ട് വെക്കേഷനായിട്ട് 5ാമത്തെ ദിവസം ഞാൻ കളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം 4 ദിവസം കളിച്ചിനോ? ഉണ്ടാവില്ല അല്ലേ? പക്ഷെ 5ാമത്തെ ദിവസം കളിച്ചു. മറ്റേ 4 ദിവസം കളിച്ചിനോ ഇല്ലേ അറിയില്ല. മാറ്റം മനസ്സിലായോ? അപ്പോൾ 5 എന്ന് പറയുന്നതും 5ാമത്തെ എന്ന് പറയുന്നതും വലിയ മാറ്റമുണ്ട്. അപ്പോൾ അറബിയിൽ നമുക്ക് 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ അങ്ങനെ പറയാൻ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വാഹിദ് 1, അവ്വൽ 1ാമത്തെ, ഇസ്നാനി 2, അസാനി 2ാമത്തെ, സലാസ 3, സാലിസ് 3ാമത്തെ, അർബഅ 4, റാബിഅ 4ാമത്തെ, ഖംസ 5, ഖാമിസ് 5ാമത്തെ. ഇങ്ങനെ ഓരോന്നും. സിത്ത 6, സാദിസ് 6ാമത്തെ, സബഅ 7, സാബി 7ാമത്തെ. ഈ രീതിയിൽ ഓരോന്നും നിങ്ങൾ പഠിച്ചാൽ അതും കഴിഞ്ഞു. ഈ 2 കാര്യം പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ചൊല്ലി പഠിക്കുന്ന പോലെ ഇതും ഇതുപോലെ ചൊല്ലി പഠിക്കുക. അവല്, സാനി, സാലിസ്, റാബി, ഖാമിസ്, സാദിസ്, സാബിർ, സാമിന്, താസിർ, ആഷിർ, ഹാദി അഷറ, സാനി അഷറ, സാലിസ് അഷറ, റാബി അഷറ, ഖാമിസ് അഷറ. ഇങ്ങനെ 1 മുതൽ 15 വരെ ഇതിനൊക്കെ അർത്ഥം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചൊല്ലി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പാഠം ഏകദേശം ഈസിയായി ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് പാഠത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ഖാലൽ ഉസ്താദ് പറഞ്ഞു, യാ തുല്ലാബി, വിദ്യാർത്ഥികളെ, ഹാദ ഇത്, ഷഹ്റു റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ അവിടെ ഉണ്ടോ, അവ്വൽ എന്ന് തോന്നുന്നു, ഒന്നാമത്തെ. ഇത് റബീഉൽ അവ്വൽ മാസമാണ്. ഫീഹി, ഇതിൽ എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ മാസത്തിൽ, ഉലിദ ജനിച്ചു, നബിയുന നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. ഹാദ ഷഹ്റു, ഈ മാസം, ഷഹ്റുൻ സാലിസുൻ, മൂന്നാമത്തെ മാസമാണ്, മിന ഷുഹൂറിൽ ഹിജിരിയ, ഹിജിരി മാസങ്ങളിൽ നിന്നുള്ള അഥവാ അറബി മാസങ്ങളിൽ നിന്നുള്ള മൂന്നാമത്തെ മാസമാണ്. ഹിജിരി മാസം എന്നാണ് കേട്ടോ പറയാ, മൂന്നാമത്തെ മാസമാണ്. സാലിസുൻ, മൂന്നാമത്തെ. നബീലുൻ, നബീൽ എന്താ പറഞ്ഞത്, യാ ഉസ്താദെ, ഫി അയ്യി യൗമിൻ, ഏത് ദിവസത്തിലാണ്, ഫി അയ്യി യൗമിൻ, ഏത് ദിവസത്തിൽ, ഉലിദ ജനിച്ചു, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ദിവസത്തിൽ ജനിച്ചു. അപ്പോൾ ഉസ്താദ് പറയാണ്, ഫിൽ യൗമി സാനി അഷറ, 12ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 12ാമത്തെ ഡേറ്റിൽ അല്ലേ, റബീഉൽ അവ്വൽ 12-ന്. അപ്പോൾ ഫിൽ യൗമി, ദിവസത്തിൽ, അസാനി അഷറ, 12ാമത്തെ ദിവസം അല്ലെങ്കിൽ ഡേറ്റ് എന്നൊക്കെ പറയാം. നബീലുൻ, നബീൽ എന്താ ചോദിച്ചത്, യാ ഉസ്താദി, എൻ്റെ ഉസ്താദെ, മാഹുവ അവ്വലു ഷഹരിൻ, മാഹുവ ഏതാണ്, അവ്വലു ഷഹരിൻ, ആദ്യത്തെ മാസം, ഒന്നാമത്തെ മാസം, മിന ഷുഹൂരിൽ ഹിജിരിയ, എന്താണ് ഷുഹൂറിൽ ഹിജിരിയ, അവിടെ ഒന്നല്ലേ, ഹിജിരിയ മാസങ്ങളിൽ നിന്ന് ഒന്നാമത്തെ മാസം ഏതാണ്. അൽ ഉസ്താദ്, ഹയ്യ അവലു നുലാഹിലിൽ, നുലാഹിൽ നമുക്ക് പരിശോധിക്കാം, അൽ ജദ്വൽ ലാത്തിയ, ശേഷം വരുന്ന പട്ടിക, വനദുറുസു നമുക്ക് പഠിക്കാം, അസ്മാ അഷുഹൂരി, മാസങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാം, അസ്മാ പേരുകൾ, ലിസ്സനത്തിൽ ഹിജിരിയ, ഹിജിരി വർഷത്തിനുള്ള മാസങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാം. ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഊല, ജുമാദുൽ ആഖിറ, റജബ്, ഷഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇങ്ങനെ ഓർഡറിൽ എന്ത് ചെയ്യുക, ഹിജിരി മാസങ്ങളെ പേര് പഠിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്താണ് 4ാമത്തെ ഹിജിരി മാസം ഏതാണ്, അപ്പോൾ നിങ്ങൾക്ക് എണ്ണി നോക്കാം, മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ കിട്ടി. 9ാമത്തെ ഹിജിരി മാസം ഏതാണ്, മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ഇങ്ങനെ എണ്ണിയിട്ട് 9 എത്തുമ്പോൾ റമളാൻ അത് കിട്ടും. അതല്ലെങ്കിൽ റമളാൻ എത്രാമത്തെ മാസമാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണിയിട്ട് കിട്ടും 9. അപ്പോൾ 9ാമത്തെ എന്നതിന് അറബിയിൽ എന്താണ്, നമ്മളിവിടെ പഠിച്ചില്ലേ, 1ാമത്തെ 2ാമത്തെ എന്നുള്ളത് നമ്മളിവിടെ ഇങ്ങനെ പഠിച്ചില്ലേ, അലവുൽ അസാനി. അപ്പോൾ നിങ്ങൾക്ക് 9ാമത്തെ മാസമാണ് റമളാൻ എന്ന് മനസ്സിലായ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവൽ, സാനി, സാലിസ്, റാബി, ഖാമിസ്, ഇങ്ങനെ പോയിട്ട് 9ാമത്തെ എന്നതിന് എന്താണ് അറബിയിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും താസിയാണ്. അപ്പോൾ റമളാൻ 9ാമത്തെ, അഷ്ഹറു താസിയോ 9ാമത്തെ മാസം എന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഈ പാഠത്തിൽ ഇത് അർത്ഥം വെച്ച് പഠിക്കുക. പിന്നെ പഠിക്കാനുള്ളത് മാസങ്ങളെ പേര് ഓർഡറിൽ പഠിക്കുക. പിന്നെ പഠിക്കാനുള്ളത് ഈ ഭാഗം 1, 2, 3 15 വരെയുള്ള എണ്ണം ഓർഡറിൽ പഠിക്കുക. 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 15ാമത്തെ വരെയുള്ള തർത്തീബിയ എണ്ണം അത് ഓർഡറിൽ പഠിക്കുക. 1, 2, 3 അങ്ങനെയുള്ള എണ്ണത്തിന് അൽ അദദുൽ അസ്ലി എന്ന് പറയാം. അൽ അദദുൽ അസ്ലി, ശരിക്കുള്ള യഥാർത്ഥ എണ്ണം 1, 2, 3 അങ്ങനെ. അപ്പോൾ അത് മനസ്സിലാക്കുക. കാരണം പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അർബാത്ത് എന്നതിൻ്റെ അതത് തർത്തീബി എഴുതാൻ പറയും. അപ്പോൾ അർബാത്ത് 4, അതിൻ്റെ അതായത് തർത്തീബി എന്താണ്, റാബിയ 4ാമത്തെ. അപ്പോൾ 1ാമത്തെ 2ാമത്തെ ആ രീതിയിൽ വരുമ്പോൾ അതിൻ്റെ പേര് അൽ അതത് തർത്തീബിയാണ്. തർജമത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഥവാ ഈ കളിയിലുള്ളത് തർത്തീബിയ എണ്ണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എണ്ണാനുള്ള 1ാമത്തെ 2ാമത്തെ അങ്ങനെ ഓർഡറിൽ, തർത്തീബിയാണ് ഓർഡർ ആക്കുക, ക്രമീകരിക്കുക, അങ്ങനെ ഓർഡർ ആക്കാനുള്ള എണ്ണാണ് അത് തർത്തീബി. അതാണ് ഇവിടെ ഉള്ളത്. അല്ല അതതുൽ അസ്ലി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള യഥാർത്ഥ എണ്ണം 1, 2 എന്ന യഥാർത്ഥ എണ്ണം അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേര് മറക്കരുത്, കാരണം പരീക്ഷയ്ക്ക് അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, ഇത്രയും ഭാഗങ്ങൾ ക്ലിയറായി, നിങ്ങൾ ഇനി ഇരുന്ന് പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. എന്നാൽ ഇവിടെ ഉള്ളത് നമുക്ക് എന്താണ്, നുലാഹിദുൽ അയ്യാമ വശുഹൂറ വ അഹമ്മിയതഹ. നുലാഹിദു നമുക്ക് പരിശോധിക്കാം, അൽ അയ്യാമ ദിവസങ്ങളെ പരിശോധിക്കാം, വൽ ഷുഹൂറ മാസങ്ങളെയും പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ദിവസങ്ങളുണ്ട്, ഇവിടെ മാസങ്ങളുണ്ട്. പിന്നെന്താണ്, വ അഹമ്മിയതഹ അതിൻ്റെ പ്രത്യേകതയും പരിശോധിക്കാം. ഇവിടെ അഹമ്മിയത്തുണ്ട്, പ്രത്യേകത. അപ്പോൾ ഇവിടെ ഏതാണ് മാസം, അതിൽ ഏതാണ് ദിവസം അഥവാ ഏത് ഡേറ്റ് ആണെന്ന് ഇവിടെ ഉണ്ട്. ആ മാസത്തിലെ ആ ഡേറ്റിലെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, ഈ പ്രത്യേകതകൾ, സൗമ ആശൂറ, മീലാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഓരോന്നും പഠിക്കുക. അത് ഏത് മാസമാണ് ഏത് ഡേറ്റിലാണ് എന്ന് പഠിക്കുക. ഇവിടെ നിങ്ങോട്ട് പഠിച്ചാൽ മതി, അതാണ് എളുപ്പം ഇൻഷാ അല്ലാഹ്. എന്നാൽ ഈ ഒരു പട്ടിക നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. അൽ ആഷിറു 10ാമത്തെ ഡേറ്റ്, 10ാമത്തെ ദിവസം. അയ്യാമ് ഇവിടെ ദിവസങ്ങൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി ആഷിർ 10ാമത്തെ എന്ന് പറഞ്ഞാൽ 10ാമത്തെ ദിവസം അല്ലെങ്കിൽ ഡേറ്റ്.
മുഹറമുൻ മാസം ഏതാ? മുഹറം. അപ്പം മുഹറം 10 ഏതാണ്? സൗമു ആഷൂറ. മുഹറം 10 നോക്കുന്ന നമ്മുടെ നോമ്പില്ലേ, ആഷൂറ നോമ്പ്, അത്. അടുത്തെന്താണ്? അസാനി ആഷറ റബിയുൽ അവൽ. റബിയുൽ അവൽ മാസം സാനി ആഷറ 12-ാം ദിവസം എന്താണ്? മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം. അടുത്തത് വഫാത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വഫാത്ത്. അത് മാസം റബിയുൽ ആഖിർ, ദിവസം അൽ ഹാദി ആഷർ 11-ാമത്തെ ദിവസം. അപ്പോൾ റബിയുൽ ആഖിർ 11, മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വഫാത്ത്, അബ്ദുൽ ഖാദിർ ജീലാനി ഷെയ്ഖിൻ്റെ വഫാത്ത്. അസാബിയോ വൽ ഇഷ്റൂൻ 27-ാമത്തെ ദിവസം. സാബിയോ 7-ാമത്തെ അല്ലേ, ഇഷ്റൂൻ എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ സാബിയോ വൽ ഇഷ്റൂൻ 27-ാമത്തെ ദിവസം. റജബിലെ 27-ാമത്തെ ദിവസം. എന്താണ് റജബ് 27? മിഅ്റാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഅ്റാജിൻ്റെ രാവാണ് അല്ലേ. റജബ് 27 മിഅ്റാജ്, നബി തങ്ങൾ ആകാശ ലോകത്തേക്ക് പോയ ദിവസം. അസാബിയോ അഷർ, സാബിയോ 7-ാമത്തെ, അഷറാണ് 10, അപ്പോൾ 17-ാമത്തെ ദിവസം. റമളാൻ 17 എന്താണ്? യൗമു ബദർ, ബദർ യുദ്ധം നടന്ന ദിനാണ് അല്ലേ, ബദർ ദിനം. അൽ അവൽ 1-ാമത്തെ, ഷവ്വാൽ 1-ാമത്തെ ദിവസം എന്താണ്? ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ. അത്താസിയോ 9-ാമത്തെ ദിവസം, ദുൽഹിജ്ജ മാസത്തിലെ 9-ാമത്തെ ദിവസം. യൗമു അറഫ ദിവസമാണ്. ഹജ്ജിന് പോയവർ അറഫയിൽ നിൽക്കും, നമ്മുടെ നാട്ടിലുള്ളവർ നോമ്പ് നോൽക്കും ഒക്കെ ഉണ്ട് അല്ലേ. അൽ ആഷിറു 10-ാമത്തെ ദിവസം, ദുൽഹിജ്ജയിലെ 10-ാമത്തെ ദിവസം ഈദുൽ അദ്ഹ, വലിയ പെരുന്നാളാണ്. ദുൽഹിജ്ജ 9, അറഫ 10, ഈദുൽ അദ്ഹ. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ പഠിക്കുക, അതിൻ്റെ ഡേറ്റ് പഠിക്കുക. നസ്ലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ ഇതുവരെയുള്ളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സുഖമായിട്ട് ചേർക്കാൻ പറ്റും. സഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിച്ചത്, ഇവിടെ വന്നില്ലേ, ഹിജ്രിയ മാസങ്ങളിൽ നിന്ന് സാനി 2-ാമത്തെ അല്ലേ. അപ്പോൾ അഷ്ഹറു സാനി 2-ാം മാസം, സഫർ 2-ാം മാസം. റമളാൻ അതവിടെ ഉണ്ട്, എത്ര? അഷ്ഹറു താസിയോ 9-ാം മാസം. 12 എന്നതിന് അറബിയിൽ എന്താണ്? ഇവിടെ ഇസ്ന അഷറ അല്ലേ. അതിൻ്റെ തർത്തീബിയായ ഉണ്ടാവുമ്പോഴോ അസാനി അഷറ 12-ാമത്തെ അല്ലേ, അതിവിടെ ഉണ്ട്. അസാനി അഷറ 12-ാമത്തെ, അപ്പോൾ 12-ാമത്തെ. അവ്വലു ഷുഹൂർ 1-ാമത്തെ മാസം, ആദ്യത്തെ മാസം അതേതാണ്? മുഹറമുൻ. അൽ ആഷിറു മിൻ ദിൽഹിജ്ജ, ദിൽഹിജ്ജയിൽ നിന്നുള്ള 10-ാമത്തെ ദിവസം. ദുൽഹിജ്ജ 10-ാം ദിവസം എന്താണ്? യൗമു ഈദുൽ അദ്ഹ, ഇവിടെ പഠിച്ചു. ഈദുൽ അദ്ഹയാണ്, വലിയ പെരുന്നാൾ. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. അത് എത്രാമത്തെ ദിവസമാണ്? ഞായർ 1, തിങ്കൾ 2, അങ്ങനെ പോയാൽ 6-ാമത്തെ ദിവസം അല്ലേ. അൽ യൗമു സാദിസ്, 6-ാം ദിവസം. യൗമുൽ ജുമുഅ വെള്ളി. ഇൻഷാ അല്ലാഹ് എന്നാൽ അടുത്ത പേജിലുള്ളത് നുകമ്മിലുൽ ഫറാഗ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. അപ്പോൾ ഇവിടെ എണ്ണങ്ങൾ അക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ അറബി അല്ലാത്തതുൽ അസ്ലി, ഇവിടെ അല്ലാത്തതു തർത്തീബി. 1 അതിന് വാഹിദ്, അൽ അവൽ 1-ാമത്തെ. 3 അസ്സലാസ സാലിസുൻ അല്ലെങ്കിൽ അസാലിസു 3-ാമത്തെ. 5 അതിന് അൽ ഖംസ, ഇവിടെ അൽ ഖാമിസു 5-ാമത്തെ. ഇവിടെ സബ്അ 7, അപ്പോൾ ഇവിടെ 7 എന്ന് എഴുതി കൊടുക്കുക അല്ലേ. എന്നിട്ട് ഇവിടെ അസാബിയോ 7-ാമത്തെ. 9 ഇവിടെ തിസ്അ അല്ലെങ്കിൽ അത്തിസ്അത്തു. അലിഫ്ലാം ഉണ്ടാകുമ്പോൾ തൻവീൻ ഉണ്ടാവില്ല, അലിഫ്ലാം ഇല്ലെങ്കിൽ തൻവീൻ കൊടുക്കണം. തിസ്അത്തുൻ അല്ലെങ്കിൽ അത്തിസ്അത്തു. ഇവിടെ അത്താസിയോ 9-ാമത്തെ. 11 അഹദ അഷറ, അതിന് അൽ ഹാദി അഷറ 11-ാമത്തെ അല്ലേ, അൽ ഹാദി അഷറ. അടുത്തത് 13 അതിന് സലാസത്ത അഷറ, അസാലിസു അഷറ 13-ാമത്തെ. ഇവിടെ ഹംസത്ത അഷറ എന്നുണ്ട്, അപ്പോൾ 15. ഇവിടെ അൽ ഖാമിസു അഷറ 15-ാമത്തെ ഇവിടെ. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെയുള്ള പാഠങ്ങൾ പഠിച്ചാൽ ഈ കളി നമുക്ക് ചെയ്യാൻ കഴിയും. നഖ്റഉ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നമുക്ക് ഓതാം. വനക്തശിഫു മിൻഹുൽ അദദ തർത്തീബിയ വനഖുത്തു തഹതഹ, തർത്തീബിയായ എണ്ണത്തെ അതിൽ നിന്ന് കണ്ടെത്തുക, അവിടെ അതിൻ്റെ താഴെ വരയ്ക്കുക. തർത്തീബിയ എന്നതാ ഈ ടൈപ്പ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അന അവ്വലുൽ മുഅ്മിനീൻ, ഇവിടെ അവ്വലു 1-ാമത്തെ. സാനിയ സ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാരി, സാനി 2-ാമത്തെ, 2 ആളുകളിൽ 2-ാമത്തെ. ഖാലു ഇന്നല്ലാഹ സാലിസു സലാസത്തിൻ, 3 ആളിൽ 3-ാമത്തെ, സാലിസു 3-ാമത്തെ. യഖൂലൂന സലാസത്തു റാബിയുഹും, അവരിൽ 4-ാമത്തെ, റാബിയു 4-ാമത്തെ. വൽ ഖാമിസത്തു 5-ാമത്തെ, അന്ന ലഅനത്തുല്ലാഹി അലൈഹി. വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും, അവരിൽ നിന്ന് 6-ാമത്തെ, സാദിസു 6-ാമത്തെ. ഇത് എഴുതി പഠിക്കാനുള്ളത്. ഫി അയ്യി യൗമിൻ ഉലിദ നബിയുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് ദിവസത്തിലാണ് നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ് എൻ്റെ അർത്ഥം വരുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ പാഠത്തിലേതും പ്രധാനപ്പെട്ടത് ഇൻഷാ അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ നല്ലോണം പഠിച്ച് നല്ല ഫസ്റ്റ് മാർക്ക് വാങ്ങുക. ഫുള്ള് കിട്ടാൻ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.